ഹായ് ഫ്രണ്ട്സ്, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ സെക്കൻഡ് യൂണിറ്റ് അല്ലേ മക്കളെ. നമ്മൾ എവിടെ എത്തി? നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെത്തി അല്ലേ. ഫസ്റ്റ് യൂണിറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? വളരെ മനോഹരമായിട്ട് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് അതിലും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ ജേണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ മക്കളെ. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം, നമ്മുടെ യൂണിറ്റിന്റെ നെയിമിൽ നിന്ന് തുടങ്ങാം. പാത്സ് ടു പ്രോഗ്രസ്. എന്താണ് മക്കളെ? പുരോഗതിയിലേക്കുള്ള വഴി അല്ലേ, പുരോഗതിയിലേക്കുള്ള പാത. പാത്സ് എന്ന് പറഞ്ഞാൽ വഴി, പാത. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരോഗതി അല്ലെ. പുരോഗതിയിലേക്കുള്ള വഴി, പുരോഗതിയിലേക്കുള്ള പാത എന്നൊക്കെയാണല്ലോ മക്കളെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പുരോഗതി, എങ്ങനെ, ഏത് വഴിയിലൂടെയാണ് ആ പുരോഗതിയിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണുന്നുണ്ട് മക്കളെ. ഈ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലെ മക്കളെ. ഈ പിക്ചർ രണ്ട് പീസ് പോലെയാണ് കിടക്കുന്നത് അല്ലെ. ഒരു സൈഡിൽ നമുക്ക് എന്ത് കാണും? നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫാം ലാൻഡ് കാണുന്നുണ്ട് അല്ലെ, കൃഷിഭൂമി, ഫാം ലാൻഡ് കാണുന്നുണ്ട്. അത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, വളരെ വൃത്തിയായിട്ട്. കണ്ടോ, വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അതിങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീനി ആണ് അല്ലെ, നല്ല ഗ്രീനിഷ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതൊരു ഓൾഡ് രീതിയിലുള്ള ഒരു അഗ്രികൾച്ചർ ഫാം ലാൻഡ് പോലെ നമുക്ക് തോന്നും അല്ലെ. ഇനി നമുക്ക് നേരെ ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കേ. ഇവിടെ എന്തൊക്കെയോ ഇവിടെ ഇതുണ്ടോ, ഇവിടെ നമുക്ക് 3 ഇങ്ങനെ ഗിയറുകളൊക്കെ കാണുന്നുണ്ട് അല്ലെ. അത് എന്താണ് മക്കളെ? അതൊക്കെ പുതിയ ടെക്നോളജിയാണ് കാണിക്കുന്നത് അല്ലെ, പുതിയ ടെക്നോളജി യുഗം അല്ലെ. അവിടെ ഉണ്ടോ, ഇവിടെ ഒരു ഗ്രാഫ് കാണുന്നുണ്ട് അല്ലെ. ഈ ഗ്രാഫ് ഒരു ഗ്രോത്ത് ആണ് അല്ലെ. ഇതെന്താണ്? ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ ആണ്. ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂ ടെക്നോളജിയാണ്. എന്താണ്? ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ഇങ്ങനെ പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്നതനുസരിച്ച് അഗ്രികൾച്ചറിന്റെ വളർച്ച അല്ലെ. പഴയ രീതിയിൽ തന്നെ കൃഷി ചെയ്താൽ മതിയോ? ഇല്ല മക്കളെ. കാലത്തിന്റെ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് പുതിയ ടെക്നോളജിയൊക്കെ അഗ്രികൾച്ചറിലോട്ട് ഇറക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? പുരോഗതി ഉണ്ടാക്കുന്നത്. അഗ്രികൾച്ചറിൽ മാത്രമല്ല, ഏത് കേസിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അല്ലെ. പണ്ട് നടന്ന രീതിയിലാണോ പല ആളുകൾ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നല്ല, അവരൊക്കെ പല രീതിയിലുള്ള എയും അതുപോലെ പല ആളുകൾക്ക് പകരം പല രീതിയിലുള്ള മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് പുരോഗതി കൈവരിക്കുന്നുണ്ട് അല്ലെ. അതവർക്ക് ലാഭം ഉണ്ടാക്കുന്നുണ്ട് ബിസിനസ്സിൽ. അപ്പൊ എന്താണ് ഇതെന്താണ്? അഗ്രികൾച്ചർ ഗ്രോത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജിയാണ്, ന്യൂ ടെക്നോളജിയാണ് കേട്ടോ. ഇവിടെ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയിൽ ഇവിടെ ഇങ്ങനെ അവിടെ ഉണ്ട് ഒരു ഗിയർ, തോന്നില്ല മക്കളെ? അതെന്താണ്? മനുഷ്യന്റെ ഇന്റലിജൻസ്, AI ആണത് അല്ലെ. അത് മനുഷ്യന്റെ ബ്രെയിന് വിത്ത് AI ആണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു പർപ്പിൾ കളറാണ്. അതുപോലെ 2 ട്രാക്ടർ കാണുന്നത്, അതൊക്കെ ന്യൂ ടെക്നോളജിയാണ് കേട്ടോ. ന്യൂ ടെക്നോളജി അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നതാണ് ആ കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്കും കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ നല്ലൊരു അടിപൊളി പോം എന്നുള്ള നല്ല ലൈൻ കൊടുത്തിട്ടുണ്ടോ. ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്കൊക്കെ ഈ ഒരു പോം വ്യക്തമായിട്ട് വിശദമായിട്ട് പഠിക്കാനുണ്ടായിരുന്നു മക്കളെ. ഇതാണ് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ. സിമ്പിളാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാലൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കവിതയാണ്. അതിലെ ലാസ്റ്റ് ലൈൻസ് ആണ് ഈ തന്നിട്ടുള്ളത്. 2 roads diverge in a wood അല്ലെ. ഒരു വുഡിൽ വെച്ചിട്ട്, എന്താണ്, ഒരു ഫോറസ്റ്റിൽ വെച്ചിട്ട്, വുഡ് ഇവിടെ ഫോറസ്റ്റ് ആട്ടോ ഉദ്ദേശിച്ച്, ഒരു ഫോറസ്റ്റിൽ വെച്ചിട്ട് വഴികൾ 2ആയിട്ട് പിരിഞ്ഞു. അയാൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ദൂരം നടന്നോടുകൂടി അദ്ദേഹത്തിന് മുമ്പിലുള്ള വഴി എന്തായി മാറി? 2ആയിട്ട് മാറി. ഓക്കെ, 2 വഴികൾ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് ടുക്ക് ചെയ്തു? ഞാൻ എന്ത് സെലക്ട് ചെയ്തു? ഏറ്റവും കുറച്ച് ആളുകൾ യാത്ര ചെയ്ത വഴിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. അത് തന്നെയാണ്, ആ ഒരു സെലക്ഷൻ തന്നെയാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കുന്നത് എന്നല്ല, അതിന് ഡിഫറൻസ് ആണ്. ഇവിടെ ഉദ്ദേശിച്ച് വന്നത് ഈ കവിത നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളതല്ല. ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ ടൈം ഉണ്ട് അല്ലെ. നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട ടൈം ഉണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെ. നമ്മളൊരു ആശയമായിട്ട് മുന്നോട്ട് പോകുക, ഒരു വർക്ക്. അത് മാത്രമല്ല അല്ലെ, ചില വിജയത്തിന് പിന്നിൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് അല്ലെ. ചില ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും അവരുടെ ലൈഫിനെ വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഉദ്ദേശിച്ചത് എല്ലാവരും പോയ വഴിയിലൂടെ സഞ്ചരിക്കാതെ, എല്ലാവരും ചെയ്ത കാര്യങ്ങൾ ചെയ്യാതെ, യുണീക്ക് ആയിട്ടുള്ള അൺകൺവെൻഷണൽ ആയിട്ടുള്ള വഴികൾ സെലക്ട് ചെയ്തതാണ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്താ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക. എല്ലാവരും ചെയ്ത കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് പയറ്റി എല്ലാവരും നേടി, ആ സെയിം പാറ്റേൺ പിന്തുടർന്ന എനിക്കും അവരെ പോലെ സക്സസ് ആവാം, അവരൊക്കെ അതേ ചെയ്തിട്ടാണ് സക്സസ് ആവുന്നത്, ഞാനും അങ്ങനെ ചെയ്യാം. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആരും തിരഞ്ഞെടുക്കാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾ തിരഞ്ഞെടുത്ത യുണീക്ക് ആയിട്ടുള്ള വഴികളൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ? നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് 3
ലെസൺസ് ആണ് കേട്ടോ. 3 ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിൽ വരുന്നത്. എല്ലാം ഇതാ ഇങ്ങനെയുള്ളൂ മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് 10th സ്റ്റാൻഡേർഡിലെ ബുക്സ് ആണോ ഇത്രയും സിമ്പിൾ ആയിട്ട് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അത്രയും സിമ്പിൾ ആണ്. നോക്കാം. ഫസ്റ്റ് വൺ ഒരു സ്പീച്ച് ആണ് കേട്ടോ. ഒരു ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ഇതൊരു ഇൻസ്പയറിംഗ് സ്പീച്ച് ആണ്. എന്താണ്? ഒരു പ്രചോദനം തരുന്ന രീതിയിലുള്ള സ്പീച്ച് ആണ് കേട്ടോ. ബ്രേക്കിംഗ് ബാരിയേഴ്സ് അല്ലെ. ബാരിയേഴ്സ് മീൻസ് എന്താ മക്കളെ? തടസ്സങ്ങൾ അല്ലെ. തടസ്സങ്ങൾ, നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഐ വിൽ ഫ്ലൈ, അങ്ങനെ പറന്നു ഉയരല്ലേ മക്കളെ. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ ഇത് ശ്രീകാന്ത് പോളയാണ് പറയുന്നത്. അദ്ദേഹം ഒരു വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള, മീൻസ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരുപാട് പ്രോബ്ലംസ് മെന്റലിയും ഫിസിക്കലിയും അല്ലാതെയും സൊസൈറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് അദ്ദേഹം പറന്നുയർന്ന് ഇന്ന് വേറെ ലെവലിലാണ് മക്കളെ. വീഡിയോ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ശ്രീകാന്ത് പോലെ ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഏത് റേഞ്ചിൽ നിൽക്കുന്ന ബിസിനസ്മാനാണ് ഇപ്പോൾ പ്രസന്റിൽ എന്ന്. എത്ര കോടികളുടെ വരുമാനമുള്ള ഒരു കമ്പനിയുടെ ഓണറാണ് അദ്ദേഹം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ ശ്രീകാന്ത് പോളയെ കുറിച്ച് കേൾക്കാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ അവിടെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രീകാന്ത് പോളയെ കുറിച്ച് അടിച്ചു നോക്കാം. മലയാളത്തിൽ തന്നെ അടിച്ചു നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് അവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ പ്രസന്റ് ഒരു ബിഗ് റിച്ചസ്റ്റ് ബിസിനസ് ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹം താണ്ടിയ ഒരുപാട് പ്രശ്നങ്ങളും അതിനെ ഓവർടേക്ക് ചെയ്ത ആ വിഷ്വലി ചാലഞ്ചറാണ് അദ്ദേഹം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ ആ ഒരു പ്രതിസന്ധിയെ മറികടന്ന് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് പലതും. ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം നിങ്ങളോട് കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ട് പറയുന്നുണ്ട് മക്കളെ. ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട് ഉൾക്കൊള്ളണം. ഓക്കെ. നെക്സ്റ്റ് വൺ ലൈഫ് റൈറ്റിംഗ് ആണ്. അതൊരു സ്വന്തം ജീവിതം എഴുതുന്ന രീതി തന്നെയാണ് കേട്ടോ. ലൈഫ് റൈറ്റിംഗ് ആണ്. ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ മനുഷ്യരുടെ ജീവിത കഥകൾ എഴുതുന്ന, ഒരു ആത്മകഥകളൊക്കെ എഴുതുന്ന പോലെ, ജീവിതക്കുറിപ്പൊക്കെ എഴുതുന്ന പോലെ. ഫീനിക്സ് റൈസസ്. എന്താണ് ഫീനിക്സ് റൈസസ് അല്ലെ? ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ പറന്നുയരും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ മക്കളെ? അല്ലേ? കത്തി എരിയുന്ന ചിതയിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ പറന്നുയരും എന്നൊക്കെ പറയാം. അത് തന്നെയാ മക്കളെ. ആ റൈസസ് തന്നെ, ആ പറന്നുയരും ആ പക്ഷി തന്നെയാണ് കേട്ടോ. നോക്കാം ഇവിടെ ആരുടെ കഥയാണ് പറയുന്നത് നോക്കാം. അരുണാചലം മുരുകാനന്ദൻ അല്ലെ. അരുണാചലം മുരുകാനന്ദൻ എന്ന് പറയുന്ന ഒരു തമിഴ് മനുഷ്യൻ. ഇയാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റോറി, ടിങ്കിൾ ഖാന എഴുതിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയും അതേപോലെ അദ്ദേഹത്തോട് നേരിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ അറിയുന്നുണ്ടാവും അല്ലേ മക്കളെ? അദ്ദേഹത്തെ നമ്മളിവിടെ ഇതാ അരുണാചലം മുരുകാനന്ദൻ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അക്ഷയ് കുമാറിന്റെ പാഡ്മാൻ എന്ന് പറയുന്ന ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? പാഡ്മാൻ അല്ലെ? എന്താണ് മക്കളെ? ഒരിക്കലും ഇപ്പോൾ ഈ കാലത്തൊന്നും വലിയ കുഴപ്പമില്ല അല്ലെ. ഒരു ലേഡീസ്, സ്ത്രീകള് അല്ലെങ്കിൽ ഗേൾസ് ലേഡീസ് ഒക്കെ അവരുടെ മെൻസ്ട്രസ് പീരീഡിൽ അല്ലെ, അവരുടെ പീരീഡ്സിന്റെ ടൈമിൽ മെൻസ്ട്രസ് പീരീഡിൽ അവർ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പാഡ് എന്ന് പറയുന്നത് അല്ലെ. അത് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും വലിയൊരു നാണക്കേടായിട്ടൊന്നുമില്ല. കാലം മാറിയിട്ടുണ്ട്. ഇപ്പം അത് ആളുകൾ വളരെ കൂളായിട്ട് പോകുന്നു, വാങ്ങുന്നു, യൂസ് ചെയ്യുന്നു. നിങ്ങൾ കുട്ടികളായിട്ടില്ല, നിങ്ങൾ ബോയ്സ് ആയിട്ടുള്ള മക്കൾക്കും നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾ അമ്മമാരത് യൂസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ മൂത്ത ചേച്ചിമാരത് യൂസ് ചെയ്യുന്നുണ്ടാവും. അവരത് എന്തിനാ യൂസ് ചെയ്യുന്നത്? അതൊരു പ്രൊട്ടക്ഷൻ ആണെന്നും അതൊരു ഹൈജീൻ്റെ ഭാഗമാണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവില്ലേ മക്കളെ? അതൊരു നാണക്കേടിന്റെ ഭാഗമല്ല, അതൊരു ഗുഡ് ഹെൽത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അത് അങ്ങനെ കരുതാത്തൊരു കാലഘട്ടത്തിൽ, മനുഷ്യർ അങ്ങനെ ചിന്തിക്കാത്തൊരു ടൈമിൽ അത് നിർമ്മിക്കുകയും അത് നിർമ്മിക്കാനുള്ള മെഷീൻ കണ്ടെത്തുകയും ആളുകൾക്കൊക്കെ അത് വളരെ അഫോർഡബിൾ ആവുന്ന, അവരെ കൊണ്ട് സാധിക്കുന്ന റേറ്റിലോട്ട് ഉള്ള വസ്തു നിർമ്മിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു ബിസിനസ്മാനാണ് പാഡ്മാൻ എന്ന് പറയുന്ന നമ്മുടെ അരുണാചലം മുരുകാനന്ദൻ അല്ലെ. ഇതും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഇപ്പൊ തന്നെ അറിയണം നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. നമ്മുടെ അക്ഷയ് കുമാറിന്റെ പാഡ്മാൻ, അക്ഷയ് കുമാർ തന്നെയാണ് തോന്നുന്നു, അക്ഷയ് കുമാറിന്റെ പാഡ്മാൻ എന്ന് പറയുന്ന ഫിലിം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അടിച്ചു നോക്കുക. ഫുൾ ഫിലിം ഇരുന്ന് കാണാതെ അതിന്റെ റിവ്യൂ മലയാളങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിരുന്ന് കണ്ടാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അതൊക്കെ കണ്ട് ഈ ചാപ്റ്റർ വായിക്കാൻ വന്നാൽ പിന്നെ ഈ ചാപ്റ്റർ ഒന്നുമല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ടൈമിൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമയം ചെലവഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയി അടിക്കണം. ഈ പറഞ്ഞ് ശ്രീകാന്ത് പോലെയുടെ ഇന്റർവ്യൂസ് ഉണ്ട്, ഒരുപാട് യൂട്യൂബിലൊക്കെ ഉണ്ട്, അത് അടിച്ചു നോക്കാം. അതുപോലെ പാഡ്മാൻ എന്ന് പറയുന്ന അക്ഷയ് കുമാറിനെ നിങ്ങളുടെ അമ്മമാരോട് പറയാം, മിസ് ഫിലിം കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫിലിം കണ്ടാലാണ് ഈ ചാപ്റ്റർ എന്നും എൻ്റെ മനസ്സിൽ നിൽക്കുക എന്ന് പറയാം അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഫിലിമൊക്കെ കാണാൻ സമയക്കും. നല്ല ഫിലിമാണ് കേട്ടോ. നിങ്ങൾ അതിന്റെ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടില്ലേ പോലും അതിന്റെ മലയാള റിവ്യൂ ഒക്കെ ഒന്ന് അടിച്ചു നോക്കും. മലയാളം എക്സ്പ്ലനേഷൻസ് ഉണ്ടാവില്ലേ, യൂട്യൂബിലുണ്ട്, അത് അടിച്ചു നോക്കിയിട്ട് കാണാം പാഡ്മാൻ എന്ന് പറയുന്ന ഫിലിം. ഓക്കെ, ക്ലിയർ. ദെൻ
പോം ദ സീഡ്ലിംഗ് എന്താണ് അതിനുശേഷം മനോഹരമായിട്ടുള്ളൊരു പോം അല്ലെ. നമ്മൾ വലിയ കാര്യമായിട്ട് പോംസ് ഒന്നും പഠിച്ചില്ല അല്ലെ. അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള പോം ഉണ്ട്. പോൾ ലോറൻസ് ഡംബറിന്റെ ഒരു പോമാണ് അത് കേട്ടോ. അതെന്താണ്, ഒരു മരം, ഒരു വിത്തിട്ട് ഒരു മരമായി വലിയ മരമായിട്ടൊരു ഈ മരമായിട്ട് നിൽക്കണമെങ്കിൽ അതൊരു ലൈഫില് ഒരു മനുഷ്യനെ സങ്കല്പിക്കുക. ഒരു മനുഷ്യൻ വളർന്ന് വലുതായി പന്തലിച്ച് നിൽക്കണമെങ്കിൽ, ഒരു മരം വലുതായി പന്തലിച്ച് നിൽക്കുക, ആ മരം അതുവരെ ഫേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊടുങ്കാറ്റിനെ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. കൊടുങ്കാറ്റ്, മഴവെള്ളം, വെള്ളപ്പൊക്കം, എന്തിന് വരൾച്ച അല്ലെ, വെള്ളമില്ലാത്തൊരവസ്ഥ, ഇങ്ങനെ അതുപോലെ കമ്പ് പൊട്ടുന്ന, ഇങ്ങനെ പല രീതിയിലുള്ള സ്ട്രഗിളിങ്ങുകളും പലതും ഫേസ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന വലിയ മരമായിട്ട് അത് ഉയർന്നു നിൽക്കുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം. മനുഷ്യനും വളർന്നു പോകുന്നതിന് മുമ്പ് ഒരുപാട് ബാരിയേഴ്സ്, ഒരുപാട് സ്ട്രഗ്ലിങ്സ് ഫേസ് ചെയ്തിട്ട് വേണം മനുഷ്യനും അങ്ങനെ ഉയർന്നു നിൽക്കാൻ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കവിതയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പീച്ച്, ഒരു ലൈഫ് റൈറ്റിംഗ്, ദെൻ ഒരു പോം. നമുക്ക് നോക്കാം മക്കളെ. നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ നമുക്ക് നോക്കാം. അതിൽ ചെറിയൊരു കോട്ടിങ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ലെറ്റ്സ് ലോഗ് ഇൻ ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടർ. മാർക്ക് ട്വെയിനിന്റെ നല്ല അടിപൊളി ഡയലോഗില് മക്കളെ. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് മീൻസ് എന്താ, മുന്നോട്ട് പോവുക അല്ലെ. മുന്നോട്ട് സക്സസ് ആയിട്ട് പോവാനുള്ള സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, തുടങ്ങണം. തുടങ്ങിയാലല്ലേ മുന്നോട്ട് സക്സസ് ആയിട്ട് പോവുള്ളൂ മക്കളെ അല്ലേ. ലൈഫിൽ ഫസ്റ്റ് സ്റ്റെപ്പിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് മക്കളെ അല്ലേ, ഉണ്ട് കേട്ടോ. നമ്മൾ കാലെടുത്ത് വെച്ചാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പലരുടെ മൈൻഡിൽ പല രീതിയിലുള്ള ആശയങ്ങളുണ്ടാവും. പലർക്കും പല രീതിയിലുള്ള ആശയങ്ങൾ, അത് ചെയ്ത് ഞാൻ അങ്ങനെ വളർന്ന് വലുതാക്കി അതൊരു വേറെ ബിസിനസ് ആക്കിയിട്ട് മാറ്റും. ഈ ആശയം കൊണ്ട് അവിടെ ഇരിക്കേ ചെയ്യുള്ളൂ. കാരണം എന്താ, തുടങ്ങാനുള്ള ധൈര്യം കാണിക്കണം അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനുള്ള ധൈര്യം കാണിക്കണം. തുടങ്ങാനുള്ള ധൈര്യം കാണിക്കുന്നതിന്റെ കൂടെ എന്തുണ്ടാവുള്ളൂ മക്കളെ? വിജയം ഉണ്ടാവുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. തുടങ്ങാനുള്ള ധൈര്യം കാണിക്കണം അല്ലെ. തുടങ്ങണം, തുടങ്ങുന്നതാണ് എന്ത്, തുടങ്ങി വെക്കുന്നതാണ് തുടങ്ങുന്നതാണ് എന്ത്, മുന്നോട്ടുള്ള വിജയത്തിന്റെ പിന്നിലെ സീക്രട്ട് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ലൈഫിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ് അത് അല്ലെ. തുടങ്ങി വെക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളത് ലൈഫിൽ ഒരു വലിയ കാര്യം തന്നെയാണ് മക്കളെ. അങ്ങനെയുള്ളവരെ സക്സസ് ആവാറുള്ളൂ അല്ലെ. അതിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നാളെ ചെയ്യണം, മറ്റന്നാൾ ചെയ്യണം, അതിൻ്റെ ചെയ്യണം എന്നിങ്ങനെ പറയുന്നവർക്ക് അവിടെ ചെയ്യണം എന്നുള്ള തോട്ടേ ഉണ്ടാവുള്ളൂ. അവർക്ക് ലൈഫിൽ വിജയിക്കില്ല. തുടങ്ങണം, ധൈര്യപൂർവ്വം ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണം, പിന്നെ അങ്ങോട്ട് കയറിക്കോളും. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ, വാട്ട് ഇസ് ദ പിക്ചർ സജസ്റ്റ് ടു? ഇത് തന്നെയാണ് അല്ലേ പിക്ചറും പറയുന്നത്. നോക്കിയേ, ഇവിടെ സ്റ്റെപ്പ് 1 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് ആ ഒരു സ്റ്റെപ്പ് 1 കയറാനുള്ള ദൂരം കുറച്ച് ഇതുണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഒരാൾ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്, ഒരാൾ നോക്കി നിൽക്കുകയാണ് അല്ലെ. ചെയ്യണം കയറണം എന്നൊക്കെയുള്ള തോട്ടില് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് ഒന്നും ചെയ്യാതെ. പക്ഷെ ഒരാൾ നോക്കി ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറാൻ നോക്കിയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലെ സക്സസിലോട്ട് എത്തണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഈ പിക്ചർ ഷോ ചെയ്യുന്നത്. ഓക്കെ, ലൈഫിലെ സക്സസിന് ഫസ്റ്റ് സ്റ്റെപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. നമ്മൾ കാലെടുത്ത് വെക്കുന്ന ആദ്യത്തെ അടി അല്ലെ, തുടങ്ങാനുള്ള ധൈര്യം, അതാണ് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിന് ഒരു മനുഷ്യന്റെ ലൈഫിലെ വിജയത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ് ഈ പിക്ചർ ഷോ ചെയ്യുന്നത്. ക്ലിയർ? നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കാണിച്ചത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ നമ്മളോട് എന്തിനാ പറയുന്നത്? ഈ ഏജിൽ നമ്മൾ എന്ത് ആശയം കാണിക്കാനാ, നമ്മൾ എന്ത് ചെയ്യാനാ, നമുക്ക് എന്ത് സക്സസ് ആവാനാ മക്കളെ? ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ? നിങ്ങൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന പുതിയ തലമുറയിലുള്ള മക്കളല്ലേ. നിങ്ങൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ചില ആളുകളൊക്കെ അവരുടെ അമ്മമാരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ്, അച്ചാറ്, അതേപോലെ തലയിലും ഫേസിലും മുഖത്തൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, അവർ റോഡ് സൈഡിൽ നിന്നിട്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ്, അമ്മ ഉണ്ടാക്കി തരുന്ന വസ്തുക്കൾ റോഡ് സൈഡിൽ നിന്നിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. അതുപോലെ അപ്പോൾ അതൊരു ബിസിനസ്സാണ് അല്ലേ മക്കളെ. അത് അവരുടെ ആശയമാണ് അല്ലേ, അവരത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ സാധിക്കും അല്ലേ. നിങ്ങളുടെ അമ്മമാരും മറ്റുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ 4 വീടുകളിലൂടെ കയറിയിട്ടായാലും അത് സെയിൽ ചെയ്യാം. അത് സക്സസ് തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം, ഒരു സൈഡിൽ ഇരുന്നിട്ട്. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം അല്ലേ. ആളുകളൊക്കെ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ അക്കൗണ്ട്സുകൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് സെയിൽ ചെയ്യാം അല്ലേ. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇതിനൊക്കെ എന്ത് വേണം മക്കളെ? ഞാൻ പറഞ്ഞ ആദ്യ സ്റ്റെപ്പ് എടുത്തു വെക്കാനുള്ള ധൈര്യം കാണിക്കണം. അത് ഈ ഒരു ഏജിലാണെങ്കിലും നിങ്ങളെ കൊണ്ടും സാധിക്കും. അങ്ങനെ ഈ ഏജിൽ ചെയ്ത ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഇല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. അങ്ങനെ ഒരു ഉദാഹരണം ആണ് ഈ കാണുന്നത്. ഓക്കെ, നോക്കാം.
യു ഹാവ് റീഡ് ദ സാഗ് ഓഫ് ദ ടിഫിൻ കരിയേഴ്സ് ഇൻ ക്ലാസ് 9. കഴിഞ്ഞ വർഷം മക്കളെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ നമ്മുടെ ഡംബാവാലാസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്താണ് മുംബൈ എന്ന് പറയുന്ന നഗരത്തിൽ അന്നന്ന ദിവസം അന്നന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് അല്ലേ? എത്ര ദൂരം പോയി ജോലി ചെയ്ത ആളുകൾക്കും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും വീട്ടിലെ ഭക്ഷണം കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുത്ത് പാത്രം തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു തരം സിസ്റ്റം അല്ലേ? അതാണ് ഡംബാവാലാസ് അല്ലേ? ഫോർ ദ ടിഫിൻ കരിയേഴ്സ് നെസസിറ്റി ബിക്കം ദ മദർ ഓഫ് ദ ഇൻവെൻഷൻ. ഇത് എന്തിന് ഉദാഹരണമാണ്? നെസസിറ്റി ഈസ് എ മദർ ഓഫ് ഇൻവെൻഷൻ. എന്താണ്? ആവശ്യകതയാണ് കണ്ടുപിടുത്തത്തിന്റെ അമ്മ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ ടിഫിൻ കരിയേഴ്സിന്റെ ആവശ്യകതയിൽ നിന്ന് വന്നതാണ് അല്ലെ? ഒരാൾക്ക് സ്വന്തം വീട്ടിൽ നിന്നും ഫുഡ് കഴിക്കണം, അത് കഴിക്കാൻ പറ്റില്ല, ഡെയിലി വീട്ടിലത്തെ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു നെസസിറ്റിയിൽ നിന്നാണ് ഈ ഒരു വലിയ ഡംബാവാലാസ് എന്ന് പറയുന്ന ആ ഒരു വലിയ ടിഫിൻ കരിയേഴ്സ് എന്ന് പറയുന്ന ബിസിനസ് സാമ്രാജ്യം മുളച്ചു വന്നത്. നോക്കാം. ആൻഡ് ദ പ്രോജക്ട് ഈസ് നൗ മദർ ഓഫ് ഓൾ കമ്മ്യൂണിറ്റി ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാംസ് അല്ലെ? നമ്മുടെ ഈ ഓൺട്രപ്രണർഷിപ്സിലെ സംരംഭകരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് പ്രോഗ്രാംസ് തന്നെ ഇതൊരു വലിയ പ്രൊജക്റ്റ് ആയിട്ട് അവരുടെയൊക്കെ മുമ്പിൽ ഒരു മോഡലായിട്ട് ഈ ഒരു ഡംബാവാലാസിന്റെ ടിഫിൻ കരിയേഴ്സ് നിൽക്കുന്നുണ്ട്. തിലക് മഹത, അതാണ് ഈ കുട്ടിയുടെ പേര് കേട്ടോ. നോക്കാം. തിലക് മഹത വാസ് എ 13 years ഓൾഡ് ബോയ്. എന്താണ്? ഒരു 13 വയസ്സുള്ള ഓൾഡ് ബോയ് ആണ് അല്ലെ? 13 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മക്കളെ. 13 വയസ്സെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സാണോ? അല്ല അല്ലെ? ഒരു 2 അടി ഇങ്ങോട്ട് താന്ന് കിടക്കും അല്ലെ മക്കളെ? ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 9ാം ക്ലാസ്, മാക്സിമം പോയ 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലാണ് ഈ ഒരു ബിസിനസ്മാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി നിങ്ങൾ പറയാം, നിങ്ങളെ കൊണ്ട് സാധിക്കില്ലേ? കഴിയൂട്ടോ മക്കളെ. ആശയങ്ങൾ വേണം, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യണം എന്നുള്ള ചിന്ത വേണം. ഓക്കെ, ലൈഫിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ചിന്ത വേണം, ആശയങ്ങൾ വേണം, അത് തുടങ്ങി വെക്കാനുള്ള ധൈര്യം വേണം, സ്ട്രോങ് ഡിറ്റർമിനേഷൻ വേണം, അത് സ്ഥിരോത്സാഹം വേണം അല്ലെ? ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ പലതും ഉണ്ടെങ്കിൽ മക്കളെ ഇങ്ങനെ നിൽക്കാൻ പറ്റും നമുക്കും ആളുകളുടെ മുമ്പിൽ. ഓക്കെ, നോക്കാം. തിലക് മഹത വാസ് എ 13 years ഓൾഡ് ബോയ് വെൻ ഹി ഇനീഷ്യേറ്റഡ് ദ സ്റ്റാർട്ടപ്പ്. അവനൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഹി സ്റ്റാർട്ടഡ് ദ പേർപ്പസ് ഇൻ പാർസൽ. അതാണ് അവന്റെ കമ്പനിയുടെ പേര്. എന്താണ്? പേർപ്പസ് ഇൻ പാർസൽ. എന്താണ്? പേർപ്പസ് ഇൻ പാർസൽ ആണ് അവന്റെ കമ്പനിയുടെ പേര്. ഓക്കെ, ഓക്കെ, PNP എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് PNP? ഡിജിറ്റലി മാനേജ്ഡ് കൊറിയർ സർവീസ്. എന്താണ്? ഒരു ഡിജിറ്റലി മാനേജ്ഡ് കൊറിയർ സർവീസ് ആണ്. കൊറിയർ സർവീസ് ആണ്, വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന കൊറിയർ സർവീസ് അല്ലെ? ഇൻസ്പയർഡ് ഇൻ 2018 അല്ലെ? 2018 തുടങ്ങിയതാണ് കേട്ടോ. ദാറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ദ മോഡൽ ഓഫ് ദ ഡംബാവാലാസ്. അത് അവനും ഇൻസ്പിറേഷൻ കിട്ടിയത് ഡംബാവാലാസിന്റെ മോഡലിൽ നിന്ന് തന്നെയാണ്. ഇറ്റ് അഷ്യൂർഡ് ഡെലിവറി എനിവർ ഇൻ ദ സിറ്റി ദ സെയിം ടൈം ദ പാർസൽ വാസ് ഹാൻഡഡ് ടു ദ കമ്പനി. ഒരു കമ്പനിക്ക് കൊടുക്കേണ്ട പാർസൽ എവിടെയാണെങ്കിൽ പോലും ഒറ്റ ദിവസം കൊണ്ട് കയ്യിലെത്തുന്ന പരിപാടി അല്ലേ? നമ്മളൊക്കെ ഒരു കൊറിയറിലൊരു സാധനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാ മക്കളെ വീട്ടിലെത്തുന്നത്? അതാണ് ഈ ഒരു ഒറ്റ ബോയ് പരിഹരിച്ചത്. ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം നമ്മുടെ കയ്യിലെത്തും. അങ്ങനെയുള്ള ഒരു കൊറിയർ സർവീസ്. The idea came to him when he urgently needed some books from the other end of the city. അല്ലെ? മറ്റൊരു സിറ്റിയിൽ നിന്നും അവന് വളരെ അർജന്റ് ആയിട്ട് കുറച്ച് ബുക്സ് വേണമായിരുന്നു. അവിടെയാണ് അവന് ആ ഐഡിയ വന്നത്. ഓക്കെ, അവന് അർജന്റ് ആയിട്ട് മറ്റൊരു സിറ്റിയിൽ നിന്നും അവന് കുറച്ച് ബുക്കിന്റെ ആവശ്യം വന്നു. സോ he tried to get the books delivered. അവൻ എന്ത് ചെയ്തു? അവൻ ആ ബുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ദ കൊറിയർ കോസ്റ്റ് വെർ മച്ച് ഹയർ ദാൻ ദ പ്രൈസ് ഓഫ് ദ. പക്ഷെ ബുക്കിനാട്ടിൽ കൂടുതൽ വലിയ കൊറിയർ സർവീസ് ചാർജ് ആണ് അവന് വേണ്ടി വന്നത്. ആ ഒരു ടൈമിൽ നിന്ന് ദിസ് ഗെയിം ദ ഐഡിയ ഓഫ് ദ പ്രൊവൈഡിങ് ദ ചീപ്പർ സർവീസ്. അവിടെ നിന്നുമാണ് അവന് വളരെ റേറ്റ് കുറവിൽ വളരെ ചീപ്പറായിട്ട്, ആ ബുക്കിൻ്റെ ആട്ടിൽ വരെയാണല്ലോ അതിന്, അത്രയും വലിയ സർവീസ് ചാർജ് വരാത്ത രീതിയിൽ കറക്റ്റ് സമയത്ത് ആളുകളിലോട്ട് ഇത് എങ്ങനെ കൊടുക്കാം, എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നുള്ള അവൻ്റെ ഐഡിയ അവൻ്റെ മുമ്പിൽ ഡംബാവാലാസിന്റെ ആ ഒരു ഭക്ഷണ രീതിയും കൂടെ ഉണ്ടായപ്പോൾ അവന് പെട്ടെന്ന് തന്നെ എന്തായി മക്കളെ? ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചു. ജസ്റ്റ് എ ഫ്യൂ മന്ത്സ് ലേറ്റർ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ദ യങ് ഓൺട്രപ്രണർ, മക്കളെ ഇത് എന്റർപ്രണർ എന്ന് വായിക്കരുത് കേട്ടോ. ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എൻട്ര എന്ന് തോന്നും, പക്ഷെ അത് ഓൺട്രപ്രണർ ആണ്. ഓൺട്രപ്രണർ ഒരു AW pronunciation ആണ് വരാ. Entrepreneur. Okay, entrepreneur who was then in class 8 was managing a staff of 500 who proceeded and delivered the 1,001
ആൻഡ് 1200 പാർസൽ എ ഡേ അല്ലെ. 1200 പാർസൽസ് ഒരു ദിവസം കൊടുക്കുന്ന 500 സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയുടെ ഓണറായി മാറി വെറും 8ാം ക്ലാസ് പ്രായമുള്ള ഈ ബോയ്. The success of the purpose in parcel reflect the potential of the youth entrepreneurship in India. ഇതാണ് മക്കളെ നിങ്ങൾ ഈ ചാപ്റ്റർ കേൾക്കണം പറയുന്നത്. ഇവന്റെ ഈ പേപ്പേഴ്സ് ഇൻ പാർസൽ എന്ന് പറയുന്ന ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ സംരംഭത്തിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ യുവതലമുറയുടെ ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ അല്ലെ, നമ്മുടെ യുവതലമുറ സംരംഭകരുടെ ഒരു തെളിവ് തന്നെയാണ്. അവരുടെ കഴിവിന്റെ ഒരു തെളിവ് തന്നെയാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതിനാട്ടോ. അപ്പൊ നിങ്ങൾ 10th പഠിക്കുന്ന നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കുന്നതാണെങ്കിൽ 8th പഠിക്കുന്ന ഒരു ബോയിയാണ് ഇത് സാധിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് മക്കളെ, നെസസിറ്റി ഈസ് എ മദർ ഓഫ് ഇൻവെൻഷൻ. അത് മാത്രമല്ല, ആശയങ്ങൾ വേണം, ആഗ്രഹങ്ങൾ വേണം. ഓക്കെ, ഡു യു അഗ്രി? ഗിവ് റീസൺ. ഇതൊക്കെ നിങ്ങൾ സമ്മതിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നോക്കാം. വാട്ട് ക്വാളിറ്റീസ് ഷുഡ് യങ് ഓൺട്രപ്രണേഴ്സ് പോസസ് അക്യൂർ ആൻഡ് ഡെവലപ്പ് അല്ലെ. ഒരു യങ് സംരംഭകർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഡു നോ എനി സിമിലർ സ്റ്റോറീസ് ഓഫ് സക്സസ്? ട്രൈ ടു കളക്ട് എ ഫ്യൂ ആൻഡ് പ്രസന്റ് ദം ഇൻ യുവർ ഗ്രൂപ്പ് അല്ലെ. ഇങ്ങനെയുള്ള ഈ ബോയിയെ പോലെയുള്ള മറ്റ് സ്റ്റോറീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അത് കളക്ട് ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. ഒരു റിസ്ക്കുള്ള മക്കളെ ഇങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ ഉണ്ട് അല്ലേ, ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാടുണ്ട്. ഞാൻ ഇവിടെ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ ചെയ്ത് നോക്കിയ ടൈമിൽ ഒത്തിരി പേരുണ്ട് അല്ലേ. ഒക്കെ കുഞ്ഞു മക്കളാണ്, നിങ്ങളെപ്പോലെ ഈ 9th, 8th, 10th ഒക്കെ പഠിക്കുന്ന മക്കളാണ്. ഞാൻ അതൊന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ പല യൂട്യൂബ് ചാനലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ചെറിയ കുട്ടികൾ ചില ബിസിനസ്സൊക്കെ ചെയ്ത് അത് സെയിൽ ചെയ്യുന്ന രീതി നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. നാളത്തെ വലിയ ബിസിനസ്മാൻമാരാവാം അവരൊക്കെ. ക്ലിയർ? ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പെർസീവറൻസ് റാദർ ദാൻ ലാക്ക്, ഡസന്റ് ഇറ്റ് എന്നാണ് ചോദ്യം. നോക്കാം. ഒരു സക്സസ് ആവണമെങ്കിൽ അല്ലെ, വിജയിക്കണമെങ്കിൽ, വിക്ടറി ഉണ്ടാവണമെങ്കിൽ അതിന് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. നല്ലൊരു വിഷൻ, നല്ലൊരു കാഴ്ചപ്പാട്, നല്ല ആശയവും സ്ഥിരോത്സാഹവും, അതിനു വേണ്ടി കണ്ടിന്യൂ ആയിട്ട് പണിയെടുക്കാനുള്ള മൈൻഡുമാണ്. റാദർ ദാൻ ലക്ക്, ഭാഗ്യത്തെക്കാൾ കൂടുതൽ. ലക്ക് എന്ന് പറയും, അത് ഓരോ ലക്കിൽ ജയിച്ചു പോയതാ, അവൻ ലക്ക് ഉണ്ടായതുകൊണ്ടാണ് അവൻ എന്തോ ഒരു ഭാഗ്യം ഉണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ബിസിനസ്സിൽ വലിയ ആളായിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ. പക്ഷെ ലക്കിനും അപ്പുറം എന്ത് വേണം മക്കളെ? നല്ലൊരു വിഷൻ വേണം, നല്ലൊരു ചിന്താഗതി, നല്ലൊരു കാഴ്ചപ്പാട് വേണം. അത് നേടിയെടുക്കാനുള്ള ഒരു പെർസീവറൻസ്, സ്ഥിരോത്സാഹം, സ്ഥിരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡുമാണ് ലക്കിനേക്കാൾ കൂടുതൽ സക്സസിന് വേണ്ടത്. ഇത് ഓക്കെയാണോ? ഇത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്നാണ്. നോക്കാം. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് എ ഓപ്പർച്യൂണിറ്റി. പ്രശ്നങ്ങളെ നിങ്ങൾ എന്താ ചെയ്യുക? അവസരങ്ങളായിട്ട് കാണുക. നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് നിങ്ങൾ ടെൻഷൻ അടിച്ച് ആകെപ്പെടെ വേജാറാണെങ്കിൽ ആ ഒരു ലെവലിലോട്ട് വരരുത്. നിങ്ങളുടെ മുമ്പിൽ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ അത് ഓപ്പർച്യൂണിറ്റി, അതിന് അവസരമായിട്ട് കാണാം. ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ അവസരമായിരിക്കും അല്ലേ. ഒരു പ്രശ്നം വന്നപ്പോൾ ഇവിടെ ആ ബോയ് ഉണ്ടില്ല, അവൻ്റെ മുമ്പിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ അവനത് പരിഹരിച്ചപ്പോൾ അതൊരു വലിയ അവസരമായി മാറി അല്ലേ. അപ്പൊ പ്രശ്നങ്ങളെ നിങ്ങൾ അവസരങ്ങളായിട്ട് കാണുക. ആൻഡ് ദ ഫെയിലിയേഴ്സ് ആസ് പ്രാക്ടീസ്. എന്താണ്? പരാജയങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ആയിട്ട് കാണുക അല്ലെ. ഒരു പരാജയം അതൊരു പ്രാക്ടീസ് ആണ് അല്ലെ. പ്രാക്ടീസ് വിൽ മേക്ക് പെർഫെക്റ്റ് എന്നാണ് അല്ലെ. പ്രാക്ടീസ് ചെയ്ത് എന്താവും? പെർഫെക്റ്റ് ആവും. അപ്പൊ എന്ത് ചെയ്യാം? പരാജയങ്ങളെ പ്രാക്ടീസ് ആയിട്ടും പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യാം? ഓപ്പർച്യൂണിറ്റി ആയിട്ടും നിങ്ങൾ കാണുക എന്നാണ് പറയുന്നത്. ഡു യു അഗ്രി? ഇത് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? നൗ ലെറ്റ്സ് ലിസൺ ടു വിഷ്വലി ചാലഞ്ച്ഡ് വിഷണറി ഹു ഹാസ് ചാലഞ്ച്ഡ് ഹിസ് ഓൺ ലൈഫ് ആൻഡ് ദ ലൈഫ്സ് ഓഫ് മെനി അതേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആരെ കുറിച്ച് പഠിക്കാം മക്കളെ? വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വിഷണറി മീൻസ് ഒരു, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, എന്നിരുന്നാൽ പോലും കണ്ണ് കാണാത്ത വ്യക്തി. ഓക്കെ, വിഷ്വലി ചാലഞ്ച്ഡ് പറഞ്ഞാൽ മീൻസ് കാഴ്ചക്ക് ചാലഞ്ചുള്ള വ്യക്തി, കാഴ്ചക്ക് ആയിട്ട് ബുദ്ധിമുട്ടുന്ന, ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി, അതാണ് വിഷണറി അല്ലേ. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഇപ്പൊ നമ്മൾ അംഗപരിതർ, ഇങ്ങനെ കണ്ണിന് കാഴ്ചയില്ലാത്തൊന്നും പറയില്ല കേട്ടോ. വിഷ്വലി ചാലഞ്ച്ഡ്, മെന്റലി ചാലഞ്ച്ഡ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഹു ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഓൺ ലൈഫ്, അദ്ദേഹത്തിന്റെ സ്വന്തം ലൈഫിനെ മാറ്റിമറിച്ചു. കൂടാതെ ആൻഡ് ദ ലൈഫ്സ് ഓഫ് മെനി അതേഴ്സ്, മറ്റുള്ളവരുടെ ജീവിതത്തെയും മാറ്റിമറിച്ചു. മറ്റുള്ളവരുടെ ജീവിതത്തെയും സ്വാധീനിച്ച് സ്വന്തം ജീവിതവും മാറ്റിമറിച്ച ഒരു വിഷ്വലി ചാലഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ?
ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ, ശ്രീകാന്ത് പോലെ അല്ലെ മക്കളെ. ഇപ്പൊ നിങ്ങൾ അഥവാ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇയാളുടെ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആളെന്താണ്, ജന്മനാൽ എന്താണ്, വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത്, ശ്രീകാന്ത് പോലെ. ഓക്കെ, ബ്രേക്കിംഗ് ബാരിയേഴ്സ് അല്ലെ, എന്താണ് ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ഓക്കെ, about the author. നമുക്ക് നമ്മുടെ ഓഥർ ഒന്ന് നോക്കാം അല്ലെ, ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് കാണാം. ശ്രീകാന്ത് ബോള വാസ് ബോൺ ഇൻ 1991 അറ്റ് ദ മച്ചിലിപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഹിസ് പാരൻസ് വർ അൺഎഡ്യൂക്കേറ്റഡ് ഫാർമേഴ്സ്. അദ്ദേഹത്തിന്റെ പാരൻസ് ആരായിരുന്നു? അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിദ്യാഭ്യാസമില്ലാത്ത ഫാർമേഴ്സ് ആയിരുന്നു, കൃഷിക്കാരായിരുന്നു. ഹി ഹാസ് ബീൻ എ യൂത്ത് ലീഡർ സിൻസ് 2005. അദ്ദേഹം 2005 യൂത്ത് ലീഡർ ആയിട്ടുണ്ട് അല്ലെ, യുവതലമുറയുടെ യൂത്തിന്റെ ലീഡർ ആയിട്ടുണ്ട്. ആൻഡ് എ മെമ്പർ ഓഫ് ദ ലെഡ് India campaign of 2020, the national youth movement started by the former president of India, APJ Abdul Kalam. APJ Abdul Kalam, former president ആയിട്ടുള്ള APJ Abdul Kalam സ്റ്റാർട്ട് ചെയ്ത നാഷണൽ യൂത്ത് മൂവ്മെന്റ്സില് ലെഡ് ഇന്ത്യ ക്യാമ്പയിൻ 2020 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെമ്പർ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. In 2012, Bola set up Boland Industry with a partner. അദ്ദേഹം 2012 ബോള എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഒരു പാർട്ട്ണറുടെ കൂടെ ഒരു ബോളണ്ട് ഇൻഡസ്ട്രി ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രവി മാന്ത, അതാണ് അദ്ദേഹത്തിന്റെ പാർട്ട്ണറുടെ പേര് കേട്ടോ. ഇറ്റ് പ്രൊഡ്യൂസസ് എക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾഡ് ക്രാഫ്റ്റ് പേപ്പർ ആൻഡ് പാക്കേജിംഗ് പ്രോഡക്റ്റ് ഫ്രം നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽ അല്ലെ. അപ്പൊ എന്ത് കമ്പനിയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ. എന്ത് കമ്പനിയാണ്? നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള റീസൈക്കിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പേഴ്സ് അല്ലെ, അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കടലാസ് പേപ്പറിന്റെ ഒക്കെ പ്ലേറ്റുകൾ ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള പ്ലേറ്റുകൾ, അതുപോലെയുള്ള ഗിഫ്റ്റ് ഒക്കെ പൊതിയുന്ന അങ്ങനത്തെ പേപ്പറുകൾ അല്ലെ, അങ്ങനെ റീസൈക്കിളും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പറും ക്രാഫ്റ്റുകളും പൊതികളും ഒക്കെ വരുന്ന രീതിയിലുള്ളതും. ഇത് എവിടെ നിന്നാണ്? പ്രൊഡക്റ്റ് ഫ്രം നാച്ചുറൽ, പ്രകൃതി എന്നുള്ളതും, റീസൈക്കിൾ മെറ്റീരിയൽ നിന്ന് അല്ലെ, വീണ്ടും റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ നിന്നുള്ളതാണ്. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മള് പാളയൊക്കെ ഉണ്ടല്ലോ, കവുങ്ങുമെന്നൊക്കെ കിട്ടുന്ന പട്ട, ആ പട്ട നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് നോക്കാം. ആ പട്ട ഒരു മെഷീൻമൊക്കെ വെച്ചിട്ട് അമൃതത്തിനോട് കൂടിയിട്ട് ഒരു പ്ലേറ്റ് ആയിട്ട് കിട്ടും. അതിൽ ഭക്ഷണം കഴിക്കുക ആളുകൾ. നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലും മറ്റു പാത്രങ്ങളിലൊക്കെ കഴിക്കുന്നതായിട്ടും ഹെൽത്തി ആണ്. എന്നാൽ ഇത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിക്ക് ദോഷമില്ല അല്ലെ. അങ്ങനെ ചിരട്ട കൊണ്ട് ഇങ്ങനത്തെ പാളകള്, പനയുടെയൊക്കെ ലീഫുകള്, ഇങ്ങനെയുള്ള പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പല രീതിയിലുള്ള മരത്തിന്റെ തൊലികൾ ഇങ്ങനത്തെ ഒക്കെ എല്ലാം യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് ആളുടെ കമ്പനിയിലുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ശ്രീകാന്ത് ബോളയെ കുറിച്ച് എപ്പോഴത്തെ ഓതർ അത് അറിഞ്ഞിരിക്കുന്നതല്ല. അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ക്യാരക്ടർ സ്കെച്ചോ ആക്ടിവിറ്റിയിലേക്ക് പോലും വല്ല ക്യാരക്ടർ സ്കെച്ചോ അദ്ദേഹത്തിക്കോ ജീവിതത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യം എഴുതാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ എഴുതാൻ പറ്റും. കാരണം അദ്ദേഹം ഒരു റൈറ്റർ മാത്രമല്ല അല്ലെ, നമ്മുടെ ഈ ഒരു ഇത് കഥാപാത്രമാണ്, നമ്മുടെ ഈ സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രമാണ് അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ എബൌട്ട് ദ ഓതർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ചിലൊക്കെ ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അദ്ദേഹം മച്ചിലിപുരം ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പാരൻസ് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാർമേഴ്സ് ആയിരുന്നു. അദ്ദേഹം യൂത്ത് ലീഡർ ഓഫ് ഇന്ത്യ 2005 ആയിരുന്നു. അതുപോലെ നാഷണൽ യൂത്ത് മൂവ്മെന്റ്സിലെ ഒരു മെമ്പറായി പങ്കെടുത്തിട്ടുണ്ട്. ബോളണ്ട് ഇൻഡസ്ട്രി അദ്ദേഹത്തിന്റെ പാർട്ട്ണറുടെ കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ പ്രോഡക്റ്റ് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേപ്പർ ക്രാഫ്റ്റ് പോലത്തെ പ്രൊഡക്റ്റുകളാണ്. റീസൈക്ലിംഗ് ആൻഡ് നാച്ചുറൽ റീസൈക്ലിംഗ് മെറ്റീരിയൽസ് എന്നാണ് അവരത് നിർമ്മിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് തുടങ്ങാം നമ്മുടെ സ്റ്റോറി അല്ലെ, നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം. ശ്രീകാന്ത് ബോല ഇത് അതിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ, അദ്ദേഹത്തിന്റെ ഓതറിന്റെ ബാക്കി തന്നെയാണ്. ശ്രീകാന്ത് ബോള ഇസ് എ ഡയറക്ടർ ഓഫ് ദ സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷൻ വിച്ച് ഇസ് ഫൗണ്ടഡ് ഇൻ 2016. അദ്ദേഹം ഒരു സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷൻ 2016 സ്ഥാപിച്ചിട്ടുണ്ട്. ദ ഓർഗനൈസേഷൻ, ഈ ഒരു സംഘടന, അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ, ഈ ഒരു സംഘടന എയിംസ് ടു എനേബിൾ, അത് ലക്ഷ്യം വെക്കുന്നത് എനേബിൾ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ബൈ 2030 2030 അല്ലെ. 2030 കൂടിയിട്ട് ഈ ഇൻഡിവിജ്വൽസിന്, ആളുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്പനികളും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു വികസനം അല്ലെ, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇത് തുടങ്ങിയത്.
And in 2017, Bora was named in the Forbes magazine list of 30 under 30 across all of the Asia. ഏഷ്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഫോബ്സ് മാഗസിനിൽ ലിസ്റ്റ് ഓഫ് 30 under 30 അദ്ദേഹത്തിന്റെ പേരും വന്നിട്ടുണ്ട്. A biopic on his life, Srikanth, was released in 2024. ഞാൻ പറഞ്ഞില്ലേ 2024 അദ്ദേഹത്തിന്റെ ജീവിതകഥ ഫിലിമായിട്ട് വന്നിട്ടുണ്ട്, ദ പാഡ്മാൻ എന്ന് പറയുന്ന ഫിലിം. ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ. Hello, I'm Srikanth, an entrepreneur. Do you know that 51% of Indians are self-employed? അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഹലോ, അതേ രൂപത്തിൽ നിങ്ങളൊരു മൈക്ക് പിടിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്ന പോലെ പിക്ചറൈസ് ചെയ്യാമല്ലോ. ഹലോ, ഐ എം ശ്രീകാന്ത്. ഞാൻ ആരാണ്? ശ്രീകാന്ത് ആണ്. ഒരു ഓൺട്രപ്രണർ ആണ്. എന്തേ മക്കളെ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ? ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭകൻ അല്ലെ, ഒരു ബിസിനസ്സുകാരൻ, ഒരു സംരംഭകനാണ്. ഡു യു നോ, നിങ്ങൾക്കറിയാമോ, ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ്, നമ്മുടെ ഇന്ത്യക്കാരിൽ 51% സെൽഫ് എംപ്ലോയിഡ് ആണ്. ആരാണ്? സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. എന്താണ്? സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. Let me share the story of the richest entrepreneur couples in the world. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ധനികരായിട്ടുള്ള സംരംഭകരായിട്ടുള്ള ഒരു പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. മൈ പാരൻസ്, അവരാണ് എൻ്റെ പാരൻസ്. അവർ റിച്ചസ്റ്ററും ഭയങ്കര പൈസക്കാരെന്നുള്ളത് ഇവിടെ ഒരു സർക്കാസ്റ്റിക് രൂപത്തിലാട്ടോ. അദ്ദേഹം ഒരു കളിയാക്കിക്കൊണ്ട് പറയില്ലേ, നമ്മൾ തമാശ രൂപേണ പറയാൻ കേട്ടോ. അപ്പൊ ആ റിച്ചസ്റ്റ് അദ്ദേഹം ഉദ്ദേശിച്ചത് പണത്തിന്റെ കാര്യത്തിലല്ല, സ്നേഹത്തിന്റെ കാര്യത്തിലാണ് കേട്ടോ. സ്നേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു പാരൻസ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. തമാശ രൂപേണ അദ്ദേഹം പറയുകയാണ്. They earned just 20,000 a year from their small plot of land. അവരുടെ ചെറിയ ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ്, ചെറിയ ഭൂമി നിന്നും അവര് വർഷത്തിൽ 20,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്? ഏൺ ചെയ്യുന്നത്, സമ്പാദിക്കുന്നത്. അല്ലെ? അപ്പൊ റിച്ചസ്റ്റ് ആണോ മക്കളെ? അല്ല അല്ലെ? നോക്കാം. ഗിവിങ്, പക്ഷെ ഇപ്പൊ റിച്ചസ്റ്റ് ആട്ടോ, കാരണം ഇതേ ഇപ്പോ കൊടീശ്വരനാണല്ലോ അല്ലെ. Giving birth to a child is the happiest thing for every married couple. അല്ലെ? ഒരു കുട്ടിക്ക് ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ്, ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹാപ്പിയസ്റ്റ്, ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് എവരി മാരീഡ് കപ്പിൾ. കല്യാണം കഴിഞ്ഞ എല്ലാ ആളുകളെയും, കല്യാണം കഴിഞ്ഞ എല്ലാ കപ്പിൾസിനെയും സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞിട്ടുള്ള മൊമെന്റ് ആണ്. At that moment in time, the term apple of the eye did not mean much to them. അല്ലെ? ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, ആപ്പിൾ ഓഫ് ദ ഐ. എന്ത് മക്കളെ ആപ്പിൾ ഓഫ് ദ ഐ? കണ്ണിൻ്റെ ഉള്ളിലെ ആപ്പിളോ? അല്ലെ? കണ്ണിൻ്റെ ഉള്ളിലെ ആപ്പിൾ എന്താ ഉദ്ദേശിച്ചത്? കണ്ണിലുണ്ണില്ലേ, എൻ്റെ കണ്ണിനുള്ളിലത്തെ കൃഷ്ണമണിയാണ് അല്ലേ, എൻ്റെ കണ്ണിനുള്ളിലെ 2 കൃഷ്ണമണികളാണ് നമ്മൾക്ക് പറയാറില്ലേ, അതേപോലെ കണ്ണിലുണ്ണിയാണ്. അത് സ്നേഹം കൊണ്ട് പറയുന്ന ഒരു ടേമാണ് കേട്ടോ. അപ്പോൾ അത് ഡിഡ് നോട്ട് മീൻ മച്ച്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാനൊരു ആപ്പിൾ ഓഫ് ദ ഐ അല്ലായിരുന്നു, ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണിലുണ്ണി പോലെ ജനിച്ചതല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഐ മീൻ neither of my parents had ever seen an apple. എൻ്റെ പാരൻസ് ഒരിക്കലും ആപ്പിൾ കണ്ടിട്ടുമില്ല. nor did I have an eye. എനിക്കേറ്റ കണ്ണുകളും ഇല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ആപ്പിൾ ഓഫ് ഐ അല്ലാന്ന്. ശരിക്കും അവരുടെ പാരൻസിന് അദ്ദേഹം ജീവനാണ്, പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ആപ്പിൾ ഓഫ് ഐ അല്ല എന്ന് ഉദ്ദേശിച്ചത് ഒരു തമാശ രൂപേണ അദ്ദേഹം കാര്യം പറഞ്ഞതാണ്. എൻ്റെ പാരൻസ് ഒരിക്കലും ആപ്പിളും കണ്ടിട്ടില്ലായിരുന്നു, എനിക്കാണെങ്കിലേ കണ്ണുമില്ലായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഐ മീൻ അദ്ദേഹം വിഷ്വലി ചാലഞ്ചഡ് ആയിട്ട്, മീൻ കണ്ണ് കാണാതെ കാഴ്ചയില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ജനിച്ചത് എന്ന് അദ്ദേഹം ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ മക്കളെ. നോക്കാം. When I was born without eyes, society saw me as a burden. When I was born without eyes, ഞാൻ കണ്ണുകൾ ഇല്ലാതെ ജനിച്ചപ്പോൾ സൊസൈറ്റി, സമൂഹം, saw me as a burden, സമൂഹം എന്നെ ഒരു ബേർഡൻ, ഒരു ഭാരമായിട്ടാണ് കണ്ടത് അല്ലെ. ഞാൻ കാഴ്ചയില്ലാതെ ജനിച്ചപ്പോൾ സമൂഹം എന്നെ ഒരു ബേർഡൻ ആയിട്ടാണ് അല്ലെ, ഒരു ഭാരമായിട്ടാണ് കണ്ടത്. Some even suggested that I should be smothered. എന്താണ്? ചില ആളുകൾ സജസ്റ്റ് ചെയ്ത്, ചില ആളുകൾ ഉപദേശിച്ചു, ചില ആളുകൾ പറഞ്ഞു എന്ത്? ഐ ഷുഡ് ബി സ്മോതേഡ്. എന്താണ് മക്കളെ, എന്താണ് സ്മതേഡ് കൊണ്ട് ഉദ്ദേശിച്ചത്? ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നൊക്കെയാണ് അല്ലെ. ഒഴിവാക്കുക എന്നൊരു അർത്ഥം കൂടെ അദ്ദേഹത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. അത് ശ്വാസം മുട്ടിച്ച് കൊന്നോളൂന്ന് വരെ ഒരുത്തർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഇത് കൊണ്ട് ഉപേക്ഷിച്ചോളൂ, ആ ഒരു അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് കേട്ടോ.
ബട്ട് മൈ പാരൻസ് ഷവേർഡ് ഓൺ മീ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. പക്ഷെ എൻ്റെ പാരൻസ് എനിക്ക് എന്താണ് തന്നത്? ആഴത്തിലുള്ള സ്നേഹം, ഇമ്മൻസ് ലവ്, അല്ലെ, വലിയൊരു സ്നേഹവും കെയറിങ്ങുമാണ് എനിക്ക് തന്നത്. ദേ ഫെൽറ്റ് ദേ വേർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ്. ദേ ഫെൽറ്റ് ദേ വേർ ദ റിച്ചസ്റ്റ് കപ്പിൾ. അവർക്ക് തോന്നിയിരുന്നത് അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കപ്പിൾസ്, ഏറ്റവും ധനികരായിട്ടുള്ള കപ്പിൾസ്. അതാ എന്താണ്, ഇപ്പോഴാണ് റിച്ചസ്റ്റ് മീനിങ്, അല്ലെ, സ്നേഹം കൊണ്ടാണ് കേട്ടോ ഉദ്ദേശിച്ച റിച്ചസ്റ്റ് ആകുന്നത്. ആൻഡ് ഐ കൺസിഡർഡ് മൈ സെൽഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ. ഞാനും അങ്ങനെ എന്തായിരുന്നു കരുതുന്നത്? ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും ഭാഗ്യം നിറഞ്ഞ കുട്ടി എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. കാരണം ഇത്രയും സ്നേഹമുള്ള പാരൻസ്, അല്ലെ, ഇത്രയും സ്നേഹം എന്നോട് കാണിക്കുന്നു. അതുകൊണ്ട് അവർ റിച്ചസ്റ്റ് കപ്പിൾസ് ആണെന്ന് അവർക്കും ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള കുട്ടിയെന്ന് എനിക്കും തോന്നി. ഓക്കെ. ആസ് എ ചൈൽഡ്, ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്. അല്ലെ, എൻ്റെ അച്ഛൻ്റെ ഫീൽഡിലെ പാടങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത്. ഓക്കെ. ഹവർ, എന്നിരുന്നാലും മൈ ഷോർട്ട് ലെഗ്സ് മേഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. പക്ഷെ എൻ്റെ കുഞ്ഞു കാലുകൾ എന്തായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു ഫോർ മീ ടു ഹെൽപ്പ്. അല്ലെ, അവരെ സഹായിക്കാൻ എൻ്റെ കുഞ്ഞു കാലുകൾ എന്തായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു. ഐ മീൻ ഇവിടെ അത് വിഷ്വലി ചാലഞ്ചർ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത് കേട്ടോ. പക്ഷെ എൻ്റെ കുഞ്ഞു കാലുകൾക്ക് എന്തായിരുന്നു? അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. My father began to think that perhaps the people who doubted my future might be the right. എൻ്റെ ഫാദറും എന്ത് ചെയ്യാൻ തുടങ്ങി? ചിന്തിച്ച് തുടങ്ങാൻ തുടങ്ങി. ആളുകൾ ഒരു പക്ഷേ എന്നെക്കുറിച്ച്, എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഡൗട്ട് ചെയ്തത് ശരിയാവാം എന്ന് എൻ്റെ ഫാദറും ചിന്തിച്ചു. പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ, ആളുകൾ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചല്ലോ, എവിടെ എത്തൂല, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നൊക്കെ, അത് മേ ബി റൈറ്റ് ആവാം എന്ന് ആര് ചിന്തിക്കാണ്? അച്ഛൻ ചിന്തിച്ചു. ഹി റിയലൈസ്ഡ്, അദ്ദേഹം തിരിച്ചറിഞ്ഞു, അദ്ദേഹം റിയലൈസ് ചെയ്തു, ഐ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ടു ദ ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. ഞാൻ ഒരിക്കലും എന്തല്ല, ഫിറ്റല്ല, യോജിക്കുന്ന ആളല്ല, ഫിറ്റല്ല. എന്തിന്? ട്രഡീഷണൽ ഫാമിംഗ്, അല്ലെ, അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു കൃഷിയൊക്കെ അനുയോജ്യനല്ല ഞാൻ എന്നുള്ളത് അച്ഛനും തിരിച്ചറിഞ്ഞു. കൃഷി ചെയ്യണമെങ്കിലൊക്കെ എന്തായാലും കാഴ്ച വേണമല്ലേ മക്കളെ, അത് കളക്കാനും കറക്റ്റായിട്ട് ചെയ്യാനും. കൃഷി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞ് ഞാൻ ഒരിക്കലും ആ പരമ്പരാഗത രീതിയിലുള്ള ഒരു കൃഷിക്ക് ഫിറ്റല്ല, ഞാൻ ഒരിക്കലും അതിന് സെറ്റല്ല എന്നുള്ളത് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം റിയലൈസ് ചെയ്തു, തിരിച്ചറിഞ്ഞു. ദെൻ ഹി ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ടു മൈ പാത്ത്, അല്ലേ? അതിനുശേഷം അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹം എന്താ തീരുമാനമെടുത്തു? എഡ്യൂക്കേഷൻ, അല്ലെ, എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? വിദ്യാഭ്യാസം. വാസ് ടു ബി മൈ പാത്ത്, അതാണ് എൻ്റെ വഴി എന്നുള്ളത്. എന്താണ്? അച്ഛന് മനസ്സിലായി എൻ്റെ മോൻ്റെ വഴി എന്താണ്? വിദ്യാഭ്യാസം കൊടുക്കുക, വിദ്യാഭ്യാസമാണ് എൻ്റെ മോൻ്റെ മുന്നോട്ടുള്ള വഴി എന്നുള്ളത് അച്ഛൻ ഡിസൈഡ് ചെയ്തു. Despite the challenges of the trekking to a faraway school and being ignored by teachers and the classmates, I preserved എന്ന് പറഞ്ഞത് മക്കളെ, ഞാൻ മുന്നോട്ട് പോയി. എന്തൊക്കെ അതിജീവിച്ചിട്ടാണ്? ഡിസ്പൈറ്റ് ദ ചാലഞ്ചസ് ഓഫ് ദ ട്രെക്കിംഗ് ടു ഫാറവേ സ്കൂൾ, അല്ലെ? അത് കൂടാതെ, എന്ത് ചാലഞ്ച് കൂടാതെ? ട്രെക്കിംഗ് പറഞ്ഞാൽ നടന്നു പോവുക. ടു ഫാറവേ സ്കൂൾ, ഒരുപാട് ദൂരെയുള്ള സ്കൂളിലോട്ട്, ഒരുപാട് ദൂരത്തുനിന്ന് നടന്നു പോയിട്ട് വേണം എത്താൻ, അല്ലെ? അതാണ് ട്രെക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, നടന്നു പോവുക, അല്ലെ? അപ്പൊ ഒരുപാട് ദൂരത്തുനിന്ന് നടന്നു പോവുക എന്നുള്ള ചാലഞ്ചിന് പുറമെ ബി ഇഗ്നോർഡ് ബൈ ദ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്, ടീച്ചേഴ്സിന്റെ അവഗണനയും കുട്ടികളുടെ അവഗണനയും, ഒരുപാട് ദൂരം നടന്നു പോവുക എന്നുള്ള ചാലഞ്ചും എല്ലാം അതിജീവിച്ചുകൊണ്ട് ഐ പ്രിസർവ്ഡ്, അതിനെല്ലാം ഞാൻ എന്ത് ചെയ്തു? അതിജീവിച്ച് മുന്നോട്ട് പോയി എന്നൊരു സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് അതിനെല്ലാം അതിജീവിച്ച് ഓവർടേക്ക് ചെയ്ത് ഞാൻ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയി. For 2 years, 2 വർഷത്തോളം ഐ സാറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്, ഞാൻ ഇരുന്നത് ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു, എൻ്റെ ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ ഒഴിവാക്കിയിരുന്നു, എക്സ്ക്ലൂഡഡ് ചെയ്തിരുന്നു. ആക്ടിവിറ്റീസ്, കുട്ടികൾ ഒരുമിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഗെയിം ഉണ്ടാവും, കളികൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, അല്ലേ? അതിൽ നിന്നെല്ലാം എന്തായിരുന്നു? ഞാൻ എക്സ്ക്ലൂഡഡ് ആയിരുന്നു, ഞാൻ പുറത്തായിരുന്നു. ഐ ദെൻ ഫെൽറ്റ് ലൈക്ക് ദ പുവറസ്റ്റ് ചൈൽഡ് ഇൻ ദ വേൾഡ്, അല്ലെ? എനിക്ക് തോന്നുന്നതാണ് ഞാനാണ് ഏറ്റവും പുവറായിട്ടുള്ള കുട്ടി. ഈ ഏറ്റവും പാവപ്പെട്ട കുട്ടി പറഞ്ഞ മീൻസ് എന്താണ്? ഏറ്റവും ആ ഒരു സാഡാണ് ഉദ്ദേശിച്ചത് കേട്ടോ, അല്ല പൈസക്ക് പാവമല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ലൈക്ക് ദ പ്യുവറസ്റ്റ്
ചൈൽഡ് ഇൻ ദ വേൾഡ്. ഞാനാണ് ഏറ്റവും പുവർ ആയിട്ടുള്ള കുട്ടി ഈ വേൾഡിൽ. നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ദ ലാക്ക് ഓഫ് മണി. പൈസ ഇല്ലാത്തതിന്റെ പേരിലല്ല ഞാൻ പുവർ ആയിട്ടുള്ളത്, ബട്ട് ബിക്കോസ് ഓഫ് ദ ലോൺലെസ് ആൻഡ് ഐസൊലേഷൻ. ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും പേരിൽ. ഐസൊലേഷൻ മീൻസ് ഏകാന്തത, ലോൺലെസ് മീൻസ് ഒറ്റപ്പെടൽ അല്ലെ. ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും പേരിൽ ഞാനാണ് പുവർ ആയിട്ടുള്ള കുട്ടി. അല്ലാതെ ഒരിക്കലും പൈസയുടെ ലാക്ക് ഓഫ് മണി, പൈസയുടെ കുറവ് കൊണ്ടല്ല ഞാൻ ഏറ്റവും പുവർ ആയിട്ടുള്ള കുട്ടിയായിട്ട് തോന്നിയത്. ക്ലിയർ? Eventually, my parents and relatives decided that പതിയെ ഇവരെന്ത് ചെയ്യാണ്, എൻ്റെ പാരൻസ് റിലേറ്റീവ്സ് ഡിസൈഡ് ദാറ്റ് ഐ ഷുഡ് സ്റ്റഡി ഇൻ എ സ്കൂൾ വിത്ത് സ്റ്റുഡൻസ് ലൈക്ക്. പതിയെ അവർ തിരിച്ചറിയാണ്, എൻ്റെ പാരൻസും അതേപോലെ തന്നെ റിലേറ്റീവ്സും തിരിച്ചറിയാണ് ഞാൻ പഠിക്കേണ്ടത് അവിടെയല്ല, ഞാൻ പഠിക്കേണ്ടത് എവിടെയാണ്, എന്നെ പോലെയുള്ള ആളുകളുള്ള സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. സ്റ്റഡി സ്കൂൾ വിത്ത് സ്റ്റുഡൻസ് ലൈക്ക് മീ. എന്നെ പോലെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഞാൻ പഠിക്കേണ്ടതെന്ന് അവർ തിരിച്ചറിയാണ്. സോ ഐ വാസ് സെൻഡ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. അതുകൊണ്ട് തന്നെ എന്നെ ഹൈദരാബാദിലുള്ള ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂളിലോട്ട് എന്നെ ആക്കി. ദർ ഐ എക്സലഡ്. അവിടെയാണ് ഞാൻ വേറെ ലെവലിലോട്ട് പോയത്. എക്സലഡ്, ഹെവി പെർഫോമൻസ് ആണ് ഞാൻ അവിടെ കാഴ്ചവെച്ചത്. ബിക്കം ആൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്. ഞാനൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് പറഞ്ഞാൽ എന്താ, നോർമൽ സ്റ്റുഡൻറ്റിൻ്റെ മുകളിൽ പോകുന്ന സ്റ്റുഡൻസിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് പറയുക അല്ലേ. ഞാനൊരു അതിഗംഭീരമായിട്ടുള്ള മികച്ച സ്റ്റുഡൻ്റ് ആയിരുന്നു. ഏണിങ് ടോപ്പ് റാങ്ക്സ്. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ടോപ്പ് റാങ്കുകൾ, ക്ലാസ്സിലെല്ലാം ടോപ്പ് റാങ്കുകൾ ഞാൻ വാങ്ങി പഠിച്ച്. ആൻഡ് റെപ്രസെൻറ്റിങ് ഇന്ത്യ ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റ്. ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ചെസ്സിനും ക്രിക്കറ്റിനും ഞാൻ മത്സരിക്കാൻ പോയി. ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് വർക്കിംഗ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓൺ വേരിയസ് പ്രൊജക്ട് ലൈക്ക് ദ ലെഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്ട്. ലെഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്ട് പോലെയുള്ള ഒരുപാട് പ്രോജക്റ്റുകളിൽ അബ്ദുൽ കലാമിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു പ്രിവിലേജും കൂടെ, ഒരു നേട്ടം കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ടൈമിൽ കേട്ടോ. ആ ടൈമിലാണ് ഇദ്ദേഹം വേറെ ലെവലിലോട്ടൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി തുടങ്ങിയത്. വേറെ ലെവലിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറി. അതുപോലെ ചെസ്സിലും ക്രിക്കറ്റിലും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കാൻ പറ്റി. അതുപോലെ APJ അബ്ദുൽ കലാമിൻ്റെ ഒക്കെ കൂടെയുള്ള പല രീതിയിലുള്ള പ്രോഗ്രാമുകളും പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ, അതിലൊക്കെ ഇദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റി എന്നുള്ള ഒരു വലിയ പ്രിവിലേജും കൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. When I completed my 10th grade with over 90% mark, I wanted to study science at the AP. അല്ലേ, നിസ്സാര പഠിത്തക്കാരനല്ലല്ലോ മക്കളെ. 90% മാർക്കാണ് എൻ്റെ 10ാം ക്ലാസ് പഠനത്തിൽ വാങ്ങിയത്. എന്നിട്ട് അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, AP സ്റ്റേറ്റ് ബോർഡ് പറഞ്ഞ, AP പറഞ്ഞ ആന്ധ്രാപ്രദേശ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ സ്റ്റേറ്റ് ബോർഡിൽ അദ്ദേഹത്തിന് സയൻസ് ഗ്രൂപ്പ് എടുത്ത് +1 +2 പഠിക്കാനായിരുന്നു ആഗ്രഹം. However, എന്നിരുന്നാലും I was told I could only take arts because I was impaired. എന്നിരുന്നാലും ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു, I could only take arts. എനിക്ക് ആർട്സ് എടുക്കാൻ കഴിയുള്ളൂ ബിക്കോസ് I was impaired. കാരണം ഞാൻ എന്താണ്, ഇമ്പേർഡ് ആണ് അല്ലേ. ഇമ്പേർഡ് മീൻസ് പറഞ്ഞാൽ മക്കളെ ഈ പറഞ്ഞ പോലെ ഇവിടെ വിഷ്വലി ചാലഞ്ചഡ് ആണ്. ഇമ്പേർഡ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വൈകല്യമുള്ള ആളുകൾ കേട്ടോ. I did not consider myself visually impaired. ഞാൻ ഒരിക്കലും എന്നെ സ്വയം ഞാനൊരു വിഷ്വലി ഇമ്പയർഡ് ആണ്, കാഴ്ച കൊണ്ട് പരിമിതിയുള്ള ആളാണെന്ന് ഞാൻ ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. ബട്ട് വിഷ്വലി ചാലഞ്ചഡ്. ഞാൻ എന്താണ്, വിഷ്വലി ചാലഞ്ചഡ് ആണ് അല്ലേ. വിഷ്വലി ഇമ്പയർഡ് പറഞ്ഞാൽ കണ്ണ് കാണാത്ത വ്യക്തി, വിഷ്വലി ചാലഞ്ചഡ് എന്നാ പറയാ അല്ലെ. എന്താണ്, ചാലഞ്ചുകളാണ് അല്ലെ, ഓരോന്നും ഓരോ ചാലഞ്ച് ആയിട്ട് എടുക്കുക എന്ന് പറയില്ലേ, ചലഞ്ച് അല്ലെ, അതാണ് ഉദ്ദേശിച്ചത്. Then I was not allowed to pursue my passion due to the perception of the others. മറ്റുള്ളവരുടെ പെർസെപ്ഷൻ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് എൻ്റെ പാഷനെ, എൻ്റെ ആഗ്രഹത്തെ, അങ്ങനെ പറയാൻ ഇവിടെ അല്ലേ, എൻ്റെ ആ ഒരു അഭിനിവേശത്തെ, എൻ്റെ ഒരു ആഗ്രഹത്തെ വിട്ടുകൊടുക്കാൻ ഞാൻ റെഡിയല്ലായിരുന്നു. മറ്റുള്ളവർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർ അത് കഴിയില്ല, ഞാൻ അവിടെ വെച്ച് നിർത്തേണ്ടി വരും, അങ്ങനെ കാഴ്ചയില്ല ആൾക്ക് ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ പെർസെപ്ഷൻ ഉണ്ട് അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ആഗ്രഹങ്ങളെ വിട്ടുകൊടുക്കാൻ ഞാൻ റെഡി അല്ലായിരുന്നു. റാദർ ദാൻ അക്സെപ്റ്റ് ദിസ് അല്ലേ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിന് പകരം I decided to sue the government. ഞാൻ തീരുമാനിച്ചു ഗവൺമെന്റിൽ കംപ്ലൈന്റ് കൊടുക്കാൻ. എന്ത്, സ്യൂ മീൻസ് കംപ്ലൈന്റ് കൊടുക്കുക അല്ലെ, പരാതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഓക്കെ. ആഫ്റ്റർ 6 months ഓഫ് ലീഗൽ ബാറ്റിൽ, 6 മാസത്തെ നിയമ പോരാട്ടത്തിന് ഒടുവിൽ, 6 മാസത്തെ നിയമ പോരാട്ടത്തിന് ശേഷം അല്ലെ, ലീഗൽ ബാറ്റിൽ മീൻസ് നിയമ പോരാട്ടാണ്. ഐ റിസീവ്ഡ് എ ഗവൺമെന്റ് ഓർഡർ. എനിക്കൊരു ഗവൺമെന്റ് ഓർഡർ കിട്ടി. റിസീവ് പറഞ്ഞാൽ ലഭിച്ചു.
allowing me to study science. എന്താണ്? എന്നെ സയൻസ് ഗ്രൂപ്പ് പഠിക്കാൻ അനുവദിച്ചിരിക്കുന്നു. ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്. പക്ഷെ എൻ്റെ സ്വന്തം റിസ്കിലാണ്. എൻ്റെ സ്വന്തം റിസ്കിൽ എന്നെ സയൻസ് ഗ്രൂപ്പ് പഠിക്കാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു റിസീവ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു ലെറ്റർ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഡിസ്പൈറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സ്, അല്ലെ, ലാക്ക് ഓഫ് റിസോഴ്സുകൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, ലാക്ക് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ, ഒരുപാട് സോഴ്സുകളുണ്ട് പഠിക്കാൻ. അതൊന്നും ഇദ്ദേഹത്തിന് യൂസ്ഫുൾ ആവില്ല, അല്ലെ. അപ്പൊ പഠിക്കാനുള്ള ഒരുപാട് റിസോഴ്സുകൾ, മറ്റുള്ളവർക്ക് പോലെ പഠിക്കാനുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന് കുറവായിരുന്നു. ഐ വർക്ക്ഡ് ഹാർഡ്. അതെല്ലാം മറികടന്ന് അദ്ദേഹം എന്ത് ചെയ്തു? നന്നായിട്ട് വർക്ക് ചെയ്തു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മെന്റർ, ഒരു മെന്ററുടെ സഹായത്തോടെ, പഠിക്കാനുള്ള ഒരു സഹായിയുടെ സഹായത്തോടെ. മെന്റർ മീൻസ് പഠിക്കാൻ സഹായിക്കുന്ന ആളാണ് ഇവിടെ കേട്ടോ. അദ്ദേഹത്തിന്റെ സഹായത്തോടെ അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. She recorded my textbook on audio and I scored 98% in my exam. അല്ലെ, അവര് ഇദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തു, അല്ലെ. ഇപ്പൊ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ പിന്നെ എല്ലാതും റെക്കോർഡ് വീഡിയോയും ഓഡിയോയും എല്ലാം കേൾക്കാലോ മക്കളെ. പക്ഷെ ആ സമയത്താണ് കേട്ടോ, കുറച്ച് ബാക്കിലോട്ട് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ആ മെന്റർ എന്ത് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അദ്ദേഹം വാങ്ങിയ മാർക്ക് എത്രയാ മക്കളെ? ആ വാങ്ങിയ മാർക്ക് ഒന്ന് നോക്കിയേ നിങ്ങളെ. ഇവിടെയാണ് നമ്മൾ നെട്ടിത്തരിക്കുന്നത്, അല്ലെ. ഇവിടെ നമുക്ക് തോന്നുകയാണ് അദ്ദേഹം ഒരു ബുജ്ജിയാണെന്നുള്ള. ബുജ്ജിയൊന്നും അല്ല മക്കളെ, ഹാർഡ് വർക്ക് തന്നെയാണ് കേട്ടോ മക്കളെ. അത്രയും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാർമേഴ്സ് ആണ് ഫാദർ മദർ എന്ന് പറയുന്നുണ്ട്, അല്ലെ. ഒട്ടും തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത, വിദ്യാഭ്യാസമില്ലാത്തൊരു അച്ഛന്റെ അമ്മന്റെയും മകനാണ് അദ്ദേഹം, അല്ലെ. അപ്പൊ നമുക്ക് പറയാം പാരമ്പര്യ ബുദ്ധിയാണ്, അങ്ങനെ നമ്മൾ പറയില്ല, അല്ലെ. അപ്പോ എന്നിട്ട് പോലും അദ്ദേഹം 98% ദാറ്റ് ഇസ് എ ഹാർഡ് വർക്ക് മിസ്. അത് തീർച്ചയായിട്ടും അത് സ്ട്രോങ് ഡിറ്റർമിനേഷനും ഒരു സ്ഥിരോത്സാഹം ഒക്കെ ഉണ്ട്. അതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനവും അദ്ദേഹത്തിന്റെ ആ ഉള്ളിൽ നിന്നുള്ള നേടണം എന്നുള്ള ആ ഒരു ത്വരയും ഒക്കെ ഉണ്ട് അതിന്റെ പിന്നിൽ കേട്ടോ. അങ്ങനെ അദ്ദേഹം 98% മാർക്ക് സയൻസ് ഗ്രൂപ്പിലെ എക്സാമിന് +2 വാങ്ങുകയാണ് കേട്ടോ മക്കളെ. ദിസ് പ്രൂവ്സ് ദാറ്റ് എനിവൺ റിഗാർഡ്ലെസ് ടു ദെയർ എംപവർമെന്റ് or challenges that great achieve things. ഇത് എന്താണ് മക്കളെ പ്രൂവ് ചെയ്യുന്നത്? ഇതെന്താണ് മക്കളെ തെളിയിക്കുന്നത്? that anyone, ആർക്കും, റിഗാർഡ്ലെസ് ഓഫ് ദെയർ എംപവർമെന്റ് ആർ ചാലഞ്ച്, അവരുടെ ചലഞ്ചസുകളും അവരുടെ എംപവർമെന്റ്, അവരുടെ കഴിവ്, മീൻസ് അവരുടെ പ്രശ്നങ്ങളും വൈകല്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, റിഗാർഡ്ലെസ് അതെല്ലാം പരിഗണിക്കാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. എന്താണ്? അവർക്ക് എന്ത് സാധിക്കും? ഒരു വലിയ നേട്ടം അവരുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിനുള്ള ഉദാഹരണമാണ് ഇദ്ദേഹം, ഈ കാഴ്ചയില്ലാത്ത ഇദ്ദേഹം 98% മാർക്ക് സയൻസിൽ വാങ്ങിയത്. However, എന്നിരുന്നാലും മൈ ജേർണി ഡിഡിൻ എൻഡ്. എൻ്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. When it was a time to apply to top engineering school like IIT, അല്ലേ, അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം IIT പോലെയുള്ള വലിയ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലോട്ട് അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി അദ്ദേഹം അപ്ലൈ ചെയ്തപ്പോൾ, I was told that I couldn't sit for the competitive exam because of my blindness. അവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്? അദ്ദേഹത്തിന് കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ്നെസ്, അദ്ദേഹത്തിന്റെ കാഴ്ചയില്ലായ്മ കാരണം. If IIT didn't want me, I decided I didn't want it either. If IIT didn't want me, IITക്ക് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ, I decided I didn't want to either. എനിക്ക് IITയും വേണ്ട. IITക്ക് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെയും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. I applied to top school in United States and I was accepted into MIT, Stanford, Berkeley and Carnegie Mellon. അല്ലേ, എന്താണ് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇവിടെ നാട്ടിൽ IIT അദ്ദേഹത്തിന് സ്വീകരിച്ചില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പുറത്ത് USA അങ്ങനെ US-ലോട്ട് അദ്ദേഹം അപ്ലൈ ചെയ്യുകയാണ്, അല്ലെ, അപേക്ഷിക്കുകയാണ്. അവിടെയുള്ള MIT, സ്റ്റാൻഫോർഡ്, ബെർക്കലി, ഇതൊക്കെ അവിടെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളാട്ടോ. അവിടേക്കൊക്കെ അദ്ദേഹം അപേക്ഷ കൊടുക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്തിട്ട് വന്നു എന്നുള്ളതാണ്, അല്ലേ. നമ്മളിവിടെ വേണ്ടാന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് എന്ത് ചെയ്തു? മാണിക്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മക്കളെ. അവിടെ നിന്നെല്ലാം അദ്ദേഹത്തിന് അക്സെപ്റ്റ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. I choose to attend MIT. പക്ഷെ അദ്ദേഹം അതിന് സെലക്ട് ചെയ്തത് MIT ആണ്. Become the first international blind student in history. അല്ലെ, MITയുടെ ചരിത്രത്തിൽ തന്നെ, MITയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ് ഞാനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
While at MIT പഠിച്ചിരുന്ന ആ വേളയിൽ I began to think deeply about my future. ഞാൻ എൻ്റെ ഭാവിയെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, ഷുഡ് ഐ ജസ്റ്റ് ഗെറ്റ് മാരീഡ്? ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽ ഡൗൺ, അവിടെ തന്നെ സ്ഥിരതാമസമൊക്കെ ആയി, വർക്ക് ഇൻ എ കോപ്പറേറ്റീവ് അമേരിക്ക. ഈ ഒരു കോപ്പറേറ്റീവ് കാരണം എന്താണ്? ബിഗ് ആയിട്ടുള്ള അവസരങ്ങൾ നിറഞ്ഞ ആ വലിയ ലോകം ആണല്ലേ കോപ്പറേറ്റീവ് ആണ് അമേരിക്കയ്ക്ക് ആ ടൈമിൽ അല്ലേ. ആ കോപ്പറേറ്റീവ് അമേരിക്കയിൽ ആ വലിയ അവസരങ്ങളുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആ വലിയ ബിഗ് എന്ന് പറയുന്ന വലിയ ബിഗ് ആയിട്ടുള്ള ആ കൺട്രിയിൽ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് അവിടെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യുക, അവിടെ തന്നെ സ്ഥിരതാമസമാക്കണോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഡീപ്പായിട്ട് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. നോ, വേണ്ട. I want to solve the problems I had faced. ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം, പരിഹരിക്കണം അല്ലെ. എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്, ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? പരിഹരിക്കണം. Why should blind children be made to sit on the last bench? എന്തുകൊണ്ടാണ് കണ്ണ് കാണാത്ത കുട്ടികളെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്തുന്നത്? Why should 10% of India's population who are disabled be excluded from the economy? അല്ലേ, ഇന്ത്യൻ പോപ്പുലേഷൻ മീൻസ് ജനസംഖ്യ, ഇന്ത്യൻ പോപ്പുലേഷന്റെ 10% ഡിസേബിൾഡ് ആണ്. ഡിസേബിൾഡ് ആണ് എന്താണ്? ഈ വെയ്യാത്ത ആളുകളാണ് അല്ലെ. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള 10% ആളുകളെ എന്തുകൊണ്ടാണ് എക്സ്ക്ലൂഡഡ് ഫ്രം എക്കണോമി? സാമ്പത്തിക ഘടനയിൽ നിന്നും, സാമ്പത്തികത്തിൽ നിന്നും, ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ 10% നിൽക്കുന്ന ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്, പുറത്താക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. These questions led me back to India. ഈ ചോദ്യങ്ങളെല്ലാം എന്നെ ഇന്ത്യയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു. Where I returned, give up all the opportunity in corporate America to build a strong support system for the disabled. അല്ലേ, where I returned, എവിടെ നിന്നാണ് ഞാൻ തിരിച്ചു വന്നത്? giving up all the opportunity in corporate America. കോർപ്പറേറ്റ് അമേരിക്കയിൽ എൻ്റെ മുമ്പിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും, എല്ലാ അവസരങ്ങളെയും ഗിവിങ് അപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നു. ടു ബിൽഡ്, എന്തിന്? കെട്ടിപ്പടുക്കാൻ വേണ്ടി എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡ് അല്ലെ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ അവസരങ്ങളും ഒഴിവാക്കി അദ്ദേഹം ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നു. വി എസ്റ്റാബ്ലിഷ് എ പ്ലാറ്റ്ഫോം, ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി. ബോൾ ആൻഡ് ഇൻഡസ്ട്രി ടുഗദർ വിത്ത് മൈ പാർട്ട്ണർ അല്ലെ, എൻ്റെ പാർട്ട്ണറുടെ കൂടെ ഞാനൊരു ബോൾ ആൻഡ് ഇൻഡസ്ട്രി പറയുന്ന ഒരു ഇൻഡസ്ട്രി സ്ഥാപിച്ചു. To find, rehabilitate, nurture and reintegrate disabled individual into society rather than separate them for them. എന്താണ്? With the partner, അവിടെ ഞങ്ങൾ എന്ത് ചെയ്യാണ്? ടു ഫൈൻഡ്, അവിടെ ഞങ്ങൾ ചെയ്തു, അവിടെ ഞങ്ങൾ കണ്ടെത്തി. റീഹാബിലിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വയ്യാത്ത ആളുകളേക്ക് പുനരധിവാസം കൊടുക്കില്ല. നമ്മൾ മീൻസ് വീണ്ടും അവരെ താമസിപ്പിക്കും അല്ലെ. നമ്മൾ ഈ വയ്യാത്ത ആളുകളും ഇങ്ങനെ, നിങ്ങൾ ഈ വേർഡ് കേട്ടിട്ടുണ്ടാവും, ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള സെന്ററുകളൊക്കെ ഉണ്ട്, റിഹാബിറ്റേറ്റീവ് സെന്ററുകൾ ഉണ്ട് അല്ലെ. ക്യാൻസർ രോഗികൾക്കൊക്കെ ഉണ്ട് റിഹാബിറ്റേറ്റീവ് സെന്ററുകൾ ഉണ്ട് അല്ലെ. അങ്ങനെ ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലത്താണ് ഈ റിഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു പുനരധിവാസം കൊടുക്കുക എന്നാണ് റിഹാബിറ്റേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. നർച്ചർ എന്ന എന്താണ്? പരിപാലിക്കുക, അവരെ സംരക്ഷിക്കുക, അവരെ പരിപാലിപ്പിച്ച് വളർത്തുക. ആൻഡ് റീഇൻറ്റഗ്രേറ്റ് കാരണം എന്താണ്? വീണ്ടും ഒരു പൂർവ്വ അവസ്ഥയിലോട്ട് എത്തിക്കുന്നതിന് റീഇൻറ്റഗ്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റിഹാബിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പുനരധിവാസം കൊടുക്കുന്നുണ്ട്, നർച്ചർ ചെയ്യുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്, റീഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, അവരെ വീണ്ടും ഒരു പഴയ സ്ഥിതിയിലോട്ട് എത്തിക്കുന്നുണ്ട്. ഈ ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസിലായിട്ടുള്ള ആളുകളെ ഇൻ ടു ദ സൊസൈറ്റി, ഇങ്ങനെയുള്ള ആളുകളെ സൊസൈറ്റിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത്. റാദർ ദാൻ സെപ്പറേറ്റ് ദം ഫ്രം ഇറ്റ്, അല്ലാതെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്നൊക്കെ, ഇവന് വോളണ്ടറി ഇൻഡസ്ട്രിയിൽ നിന്ന് വരെ അവർ പറയാം കേട്ടോ, അങ്ങനെയുള്ള സൊസൈറ്റിയിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നതിന് പകരം അവരെ പുനരധിവാസം കൊടുത്ത്, അവരെ വളർത്തിയെടുത്ത്, അവർക്കൊരു നല്ലൊരു അവസ്ഥയായിട്ട് നല്ല ജോലിയൊക്കെ കൊടുത്ത് അവരെ നല്ല അവസ്ഥയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ വോളണ്ടറി ഇൻഡസ്ട്രി സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലാൻ. അതാണ് അദ്ദേഹം ചെയ്തത് കേട്ടോ. We have supported over 3,000 students in education, vocational rehabilitation
വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ആൻഡ് സ്പോർട്സ് ആൻഡ് മച്ച് മോർ അല്ലെ. 3000 സ്റ്റുഡൻസിന് ഇപ്പോൾ അവർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ പറഞ്ഞാൽ എന്താണ്? ജോലി കൊടുത്ത് പുനരധിവാസിക്കാൻ ജോലി കൊടുത്ത് സഹായിക്കുന്നുണ്ട്, സ്പോർട്സിനെ സഹായിക്കുന്നുണ്ട്, മച്ച് മോർ അതിനും പുറമെ ഒരുപാട് കാര്യങ്ങളിൽ അവർ സഹായിക്കുന്നുണ്ട് അവരുടെ കമ്പനി. അവർ കമ്പനി നൗ എംപ്ലോയീസ് ഓവർ 150 അല്ലെ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് അല്ലെ. ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ 150 ഡിസേബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, അല്ലാത്തവരുണ്ട്, പക്ഷെ 150 ഇങ്ങനെയുള്ള മെന്റലി ഫിസിക്കലി പിന്നെ ഇങ്ങനെ ചെവി കേൾക്കാത്തതും കണ്ണ് കാണാത്തതും കാല് കൈ ഇങ്ങനെയുള്ള പരിമിതികളുള്ളവരും ഒക്കെ 150 ആളുകൾ അവരുടെ കമ്പനിയിൽ ഇപ്പോൾ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. And it grosses over $1 million in sales. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഗ്രോസസ് ഓവർ പറഞ്ഞ വളർച്ച അല്ലെ നേടിയെടുത്തിട്ടുണ്ട്. $1 million in sales, സെയിൽസിൽ $1 million നേടിയെടുത്തിട്ടുണ്ട്. ബട്ട് വിവർ സ്റ്റിൽ, ഇത് പറഞ്ഞ സമയത്തുള്ള കണക്കാട്ടെ, ഇപ്പൊ അത്രയൊന്നല്ല, അവർ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ടീംസ് ആണ് കേട്ടോ. ബട്ട് വിവർ സ്റ്റിൽ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പക്ഷെ ഇപ്പോൾ നമ്മുടെ ഗ്രോത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ, വളർച്ചയുടെ ഗ്രോത്ത് പറഞ്ഞ വളർച്ചയാണ്, വളർച്ചയുടെ ഇനീഷ്യൽ സ്റ്റേജ്, തുടക്ക സ്റ്റേജിൽ മാത്രമേ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. വിത്ത് മച്ച് മോർ ലിറ്റൂഡ്. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ഒരുപാട് നേടിയെടുക്കാനുണ്ട്. ഐ വാണ്ട് ടു ലീവ് യു വിത്ത് 3 lessons. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്കൊരു 3 പാഠങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ്. ഫസ്റ്റ് വൺ, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. എന്താണ്? മറ്റുള്ളവരോട് എന്താണ് ഫസ്റ്റ് ലെസൺ? കമ്പാഷൻ ആണ്. മീൻസ് അതെന്താ മക്കളെ? അനുകമ്പ കാണിക്കണം അല്ലെ. എന്താണ്? മറ്റുള്ളവരോട് നമ്മളെപ്പോഴും ദയ കാണിക്കണം, അനുകമ്പ കാണിക്കണം, കരുണ കാണിക്കണം. ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കണം. ത്രൈവ് മീൻസ് വിജയിക്കാൻ, അവരുടെ വളർച്ച. ട്രൂ വെൽത്ത് ഡസൻറ്റ് കം ഫ്രം മണി ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് ദ അതേഴ്സ്. ട്രൂ വെൽത്ത്, നല്ല ധനം, അതെന്ത് ഉദ്ദേശിച്ച്? സത്യസന്ധമായിട്ടുള്ള ട്രൂ വെൽത്ത് എന്ന് പറയുന്നത് അല്ലെ, നല്ലൊരു വെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഡസൻറ്റ് കം ഫ്രം മണി, ഒരിക്കലും പൈസയിൽ നിന്ന് വരുന്നതല്ല നല്ല സമ്പത്ത് എന്ന് പറയുന്നത്. ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് ദ അതേഴ്സ്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നും വരുന്നതാണ് വെൽത്ത് എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സെക്കൻഡ് വൺ, അടുത്തതായിട്ട് അദ്ദേഹം പറയാണ്, റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈവ്സ്. എന്താണ്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും ഏകാന്തതയെ, ഒറ്റപ്പെടലിനെ നിങ്ങൾ മാറ്റി കൊടുക്കണം. ആസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. അത് ദാരിദ്ര്യത്തിന്റെ, പോവർട്ടി മീൻസ് ദാരിദ്ര്യം, ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് അത് എന്ന് പറയുന്നത്. എന്താണ്? ഒറ്റപ്പെടുക. ചില ആളുകൾ ഇങ്ങനെയുള്ള അസുഖങ്ങളോ മെന്റലി ഫിസിക്കൽ പ്രശ്നം കൊണ്ടോ ഡിസേബിൾഡ് ആയിട്ടുള്ള ചില ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണം. അതാണ് അവരനുഭവിക്കുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളുകളെ, അവരുടെ ലോൺലിനെസ്സിനെ നിങ്ങൾ റിമൂവ് ചെയ്യുക, അവരുടെ ഏകാന്തതയെ നിങ്ങൾ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ കൈപിടിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, അവർക്ക് പരിഗണന കൊടുക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ആൻഡ് ഫൈനലി, അവസാനമായിട്ട് പറയുന്നത്, റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് ടു ബെനിഫിറ്റ്. ഒരു കാര്യം നിങ്ങൾ റിമെമ്പർ ചെയ്യണം, ഓർക്കണം. that when you do something good, നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ, something good, നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ, you will be the first to benefit. നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ലാഭം ആദ്യം ലഭിക്കുന്നത്. ഐ മീൻ, നമ്മളൊരാൾക്ക് നല്ല പ്രവൃത്തി ചെയ്താൽ നമുക്ക് ദൈവം നല്ല തരും നമ്മൾ പറയാറില്ലല്ലോ അല്ലേ. നമ്മളൊരാളെ സഹായിച്ചാൽ ദൈവം നമുക്ക് അതിന്റെ ഇരട്ടി തരും. അത്രേ ഉള്ളൂ അദ്ദേഹം ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്താൽ അതിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ് കിട്ടുക നമുക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, The world may look at me and say, ലോകം എന്നെ നോക്കിയിട്ട് പറഞ്ഞ എന്താണ്? ശ്രീകാന്ത്, യു കാൻ ഡു നത്തിങ്. ശ്രീകാന്ത്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ്, ഞാൻ ലോകത്തെ നോക്കിയിട്ട് പറഞ്ഞു, സേ ഐ കാൻ ഡു എനിത്തിങ്, എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. താങ്ക് യു. എന്തായാലേ മക്കളെ, അടിപൊളിയായിട്ടുള്ള ഒരു സ്പെറിംഗ് ആയിട്ടുള്ള ഡയലോഗോട് വേണ്ടിയിട്ടാണ് ആ സ്പീച്ച് അവസാനിച്ചത് അല്ലേ. നമുക്കിത് നോക്കാം. ഇതിലെ വേർഡ്സ് ഓഫ് വേൾഡ് നോക്കാം, അല്ലെ വേൾഡ് ഓഫ് വേർഡ്സ് നോക്കാം. ഇതിലെ വാക്കുകൾ, അതിലെ മീനിങ് മലയാളത്തിലാണ് ഞാൻ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞത്. അതിന്റെ ഇംഗ്ലീഷിലുള്ള മീനിങ് നോക്കാം കേട്ടോ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു സ്റ്റാർട്ട് ആൻഡ് റൺസ് എ ബിസിനസ്. ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുള്ള സംരംഭകരെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നവർ. വർക്കിംഗ് ഫോർ വൺ സെൽഫ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് എംപ്ലോയിഡ് ബൈ സമ്മൺ എൽസ്. എവിടെയെങ്കിലും ജോലി ചെയ്യുന്നതിന് പകരം ആരുടെയെങ്കിലും അണ്ടറിൽ വർക്ക് ചെയ്യുന്നതിന് പകരം സ്വയം തൊഴിൽ ചെയ്യുന്നവർ. ആപ്പിൾ ഓഫ് ദ ഐ, കണ്ണിനുണ്ണി അല്ലെ. സമ്മൺ ഹു ഈസ് വെരി സ്പെഷ്യൽ ആൻഡ് ലവ്ഡ്. ദെൻ ബേർഡൻ, ഭാരം. എ ഹെവി റെസ്പോൺസിബിലിറ്റി ഓർ പ്രോബ്ലം, അതിനാണ് ബേർഡൻ. സ്മോതേർഡ് മീൻസ് കില്ലഡ് ബൈ പ്രിവെന്റിങ് ബ്രീത്തിങ്. ഹിയർ മസ്റ്റ് ബി ഡിസ്ട്രോയിഡ് ഓർ റിജക്റ്റഡ്. ഇവിടെ ഒഴിവാക്കുക, റിജക്ട് ചെയ്യാന്നാണ്, ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എന്നുള്ള അർത്ഥത്തിലുണ്ട് കേട്ടോ.
ഇമ്മെൻസ് ആയത്തിൽ, വെരി ഗ്രേറ്റ് ഇൻ സൈസ്. പ്രൊസീവ്ഡ്, കണ്ടിന്യൂ ട്രൈങ് ഡിസ്പൈറ്റ് ഡിഫിക്കൽട്ടീസ് അല്ലെ, ഒരു സ്ഥിരോത്സാഹം. എക്സ്ക്ലൂഡഡ്, ലെഫ്റ്റ് ഔട്ട്, നോട്ട് ഇൻക്ലൂഡ് അല്ലെ, ഒഴിവാക്കുക. ഐസൊല്യൂഷൻ, ഏകാന്തത, ബീങ് അലോൺ ഓർ സെപ്പറേറ്റഡ് ഫ്രം അതേഴ്സ്. ദെൻ എക്സൽഡ് അല്ലെ, വേറെ ലെവലിൽ പെർഫോം ചെയ്യുക അല്ലെ. ഡിഡ് എക്സ്ട്രീംലി വെൽ, നല്ല അടിപൊളിയായിട്ട് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്പ്രഷനിൽ ഗുഡ് അല്ലെ, അടിപൊളിയായിട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിനാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എംപയർഡ്, ഹാവിങ് ഫിസിക്കലി മെന്റലി വീക്ക്നെസ് അല്ലെ, ശാരീരിക മാനസികമായിട്ടൊക്കെ ശരീരത്തിനും മെന്റലിയൊക്കെ അസുഖമുള്ള ആളുകൾ. ചാലഞ്ച്ഡ്, ഫേസിങ് ഡിഫിക്കൽട്ടീസ് ബട്ട് നോട്ട് ഡിഫീറ്റഡ് ബൈ ദം അല്ലെ, ചാലഞ്ച് ചെയ്യുക, ഫേസ് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുക. ലീഗൽ ബാറ്റിൽ, എ ഫൈറ്റ് യൂസിങ് ലോ ഇൻ കോർട്ട് അല്ലെ, എന്താണ്, നിയമ പോരാട്ടം. മെന്റർ, എ ഗൈഡ് ഓർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഹു ഹെൽപ്സ് ആൻഡ് അഡ്വൈസ് അല്ലെ, ഒരു സഹായി അല്ലെ. റിസോഴ്സ്, മെറ്റീരിയൽ ഓർ സപ്പോർട്ട് നീഡഡ് ടു സംതിങ് കോമ്പറ്റീറ്റീവ് എക്സാം വെറുതെ കാൻഡിഡേറ്റ്സ് കോമ്പറ്റീവ് ഇൻ ഫോർ ലിമിറ്റഡ് സീറ്റ്സ് ലൈക്ക് IIT NEET ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള എക്സാമിൻസിനൊക്കെ വേണ്ടി പഠിക്കാൻ വേണ്ട മെറ്റീരിയൽസ് അല്ലെ, അങ്ങനെയുള്ള റിസോഴ്സുകൾ, നമുക്ക് പഠിക്കാൻ വേണ്ട വസ്തുക്കൾ, അതിനാണ് റിസോഴ്സ് ഉദ്ദേശിച്ചത്. ദെൻ ഓപ്പർച്യൂണിറ്റി, എ ചാൻസ് ടു സംതിങ്, എന്തെങ്കിലുമൊക്കെ ഒരു അവസരങ്ങൾ അല്ലെ. റിഹാബിലിറ്റേറ്റ് എന്നാൽ പുനരധിവസിക്കുക അല്ലെ, ടു ഹെൽപ്പ് സമ്മൺ റിട്ടേൺ ടു നോർമൽ ലൈഫ് എക്സ്പെഷ്യലി ആഫ്റ്റർ എ പ്രോബ്ലം. റീഇൻറ്റഗ്രേഷൻ, ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് സമ്മൺ ബാക്ക് ഇൻ ടു സൊസൈറ്റി സിസ്റ്റം അല്ലെ, സമൂഹത്തിലേക്ക് ഒറ്റപ്പെട്ട ആളുകളെ വീണ്ടും പഴയ സമൂഹത്തിലോട്ട് അവരെ തലയുയർത്തിക്കൊണ്ട് തന്നെ അവരെ വീണ്ടും കൊണ്ടുവരാം. സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ സമൂഹത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. ത്രൈവ് അല്ലെ, ടു ഗ്രോ, സക്സീഡ്, ഡു വെൽ അല്ലെ, അവരുടെ വിജയിക്കുക അല്ലെ. കമ്പാഷൻ, സിമ്പതി ഓർ കൺസേൺ ഫോർ ദ അതേഴ്സ്, അനുകമ്പ. ട്രൂ വെൽത്ത്, റിയൽ വാല്യൂ ഇൻ ലൈഫ് സച്ച് ആസ് ഹാപ്പിനെസ് ആൻഡ് ജസ്റ്റ് ലവ്, നോട്ട് ജസ്റ്റ് മണി അല്ലെ. ട്രൂ വെൽത്ത് എന്ന യഥാർത്ഥ ധനം. അപ്പൊ ഇത്രയാണ് അതിൽ വേർഡ്സ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പീച്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ മക്കളെ? ആണ് അല്ലേ? ഇത്രയും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് നേടിയെടുത്ത് അദ്ദേഹം ആ ഒരു അമേരിക്കയിലൊന്നും താമസിക്കാതെ തിരിച്ച് ആ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഒഴിവാക്കി ഇവിടെ നാട്ടിൽ വന്നതാണ് അദ്ദേഹത്തിന്റെ അടുത്തൊരു പ്രചോദനം എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം സ്വന്തം നാട്ടിൽ തന്നെയാണ്, നാടിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, സ്ഥാപിച്ചതും. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനിയിലൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ വളർത്തി കൊണ്ടുവന്ന് അവർക്ക് സപ്പോർട്ട് കൊടുത്ത് ജോലിയൊക്കെ കൊടുത്ത് ഒരുപാട് പേര് അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട് അല്ലെ. ഇതിലും വലിയ റോൾ മോഡൽ നമുക്ക് ഇനി വരാനില്ല മക്കളെ. അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.